رسول الله آله وصحبه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى إنك حميد مجيد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. കഴിഞ്ഞ ക്ലാസ്സിൽ കനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളെയും അതേപോലെ നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളെയും പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അതിൽ കനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. 7 അക്ഷരങ്ങളെ കനപ്പിച്ച് ഉച്ചരിക്കേണ്ട നമ്മൾ പഠിച്ചു. ആരെങ്കിലും ഒന്ന് പറഞ്ഞാലേ ഫെയറായിരുന്നു. അറിയാവുന്ന ആരെങ്കിലും അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതുകയും അതേപോലെ വർക്ക് ചെയ്ത് നമ്മൾ വോയിസ് ഒക്കെ ഇട്ടതാണ്. അതെ, സ്വാദ് കനപ്പിച്ച് 2 അക്ഷരമല്ലേ? ഇല്ല. അതെ. അപ്പൊ സ്വാദ് ബോദ് ഖാഫ്. അപ്പൊ 4 അക്ഷരം. 6 അക്ഷരമായി. ഇനി 1 അക്ഷരം കൂടി അറിയോ? അപ്പൊ സ്വാദ് ഖാദ് ഗൈൻ ത്വാ ഖാഫ് വ. അപ്പൊ ഈ അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? കനപ്പിച്ച് ഉച്ചരിക്കണമെന്ന് പഠിച്ചു. പിന്നെ റായിന് ഫത്ഹും ദമ്മും വരുമ്പോ എന്ത് ചെയ്യണം? റായിനെ കനപ്പിക്കണം എന്ന് പഠിച്ചു. റാ റു അതെ, നമ്മൾ പഠിച്ചതാണ്. പിന്നെ റായിന് ഫത്ഹു തൻവീൻ വന്നാലും ദമ്മു തൻവീൻ വരുമ്പോൾ എന്തിനാ? റായിനെ കനപ്പിക്കണം എന്ന് പഠിച്ചു. റൻ റുൻ. അതേപോലെയാണ് അള്ളാഹു എന്ന ആ ഒരു പദത്തിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ല. അള്ളാഹു എന്ന പദത്തിലെ ലാമിനെയും അള്ളാഹു എന്ന പദത്തിലെ ലാമിനെ എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് നമ്മൾ എഴുതി വർക്ക്ഔട്ട് ചെയ്തു. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ചില വഖഫിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ വഖഫിന്റെ ഒരു ഭാഗം പഠിച്ചു. അതല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ത്? മണിച്ചു നിർത്തൽ. നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഷദ്ദിന്റെ അക്ഷരത്തിൽ മീം നൂൻ എന്നീ അക്ഷരങ്ങൾക്ക് ഷദ്ദുണ്ടായിരിക്കെ ആ അക്ഷരത്തിൽ നമ്മൾ നിർത്തിയാൽ, ആ അക്ഷരത്തിൽ നമ്മൾ വഖഫ് ചെയ്താൽ 2 ഹറക്കത്ത് നമ്മൾ മണിച്ചു നിർത്തണം. അപ്പോ സ്വാഭാവികമായിട്ടും മീമിനും നൂനിനും ഷദ്ദുണ്ടെങ്കിൽ നമ്മൾ മണിക്കണം. നമ്മൾ പഠിച്ചതാണല്ലേ 2 ഹറക്കത്ത് മണിച്ചുച്ചരിക്കണം. ഇപ്പൊ ഉദാഹരണം നമ്മൾ പറഞ്ഞ തുമ്മ അല്ലെ. അതേപോലെ ഇന്നല്ലദീന കഫറു, അവിടെ ഇന്ന നൂനിന് ഷദ്ദു വന്നാൽ മണിക്കണം. 2 ഹറക്കത്ത് മണിക്കണം നമ്മൾ പഠിച്ചു. അതേപോലെ മീമിന് ഷദ്ദു വന്നാലും ഈ 2 അക്ഷരങ്ങളല്ലാത്ത ബാക്കി അക്ഷരങ്ങൾക്ക് ഷദ്ദു വന്നാലും മണിക്കാൻ പാടില്ലെന്ന് നമ്മൾ എന്തെങ്കിലും പഠിച്ചതാണ്. എന്നാൽ ഈ മീമിന്റെ മുകളിലും നൂൻ അഥവാ ഷദ്ദുള്ള മീമിലും ഷദ്ദുള്ള നൂനിലും നമ്മൾ നിർത്തുകയാണെങ്കിൽ, വഖഫ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് മണിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വഖഫ് ചെയ്യണം, അഥവാ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിന് നമുക്ക് ഉദാഹരണമായിട്ട് വന്നത് എന്താണ്? നൂനിന് ഷദ്ദു വരുന്ന ഒരു ഉദാഹരണമാണ്. ഒന്ന് നമുക്ക് ഓതാം. ലം യത്മിത്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. കണ്ടോ? അവിടെ എന്ത് ചെയ്യുന്നു?
ജാൻ എന്ന വാക്കില് നൂനിന് ശബ്ദ വന്നു. അപ്പൊ ആയത്താണ്. ആയത്തിൽ അവസാനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബൊമ്മത്തൈനാണ് നൂനിനുള്ളത്. സുക്കൂൻ ചെയ്ത് അവസാനിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ആ നൂനിന് ഷദ്ദുണ്ട്. അപ്പൊ ഷദ്ദ് ചെയ്യുമ്പോൾ നമ്മൾ സുക്കൂൻ ചെയ്യുന്നതോടൊപ്പം ആ നൂനിനെ മണിക്കുകയും വേണം. രണ്ട് ഹറക്കത്ത് മണിച്ച് നിർത്തണം. വല ജാൻ. എടാ, അതേ രൂപത്തിൽ നമ്മൾ മൂക്കിൽ ഒരല്പനേരം ശബ്ദത്തെ തടഞ്ഞു വെക്കുക. അതാണ് മണിക്കല്. അപ്പൊ ശബ്ദത്തെ തടഞ്ഞു വെച്ച് എന്ത് ചെയ്യുക? രണ്ട് ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം? മണിച്ച് നിർത്തുക. അതാ അപ്പോ ഇവിടെ നൂനിൻ ലം യത്മിസ്ഹുന്ന, അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടിയില്ല. നമ്മൾ ആയത്ത് ഓതി വരുന്ന സമയത്ത് ലം യത്മിസ്ഹുന്ന എന്ന ഭാഗം വന്നപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അവിടെ നൂനിന് ഷദ്ദുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? അവിടെയും നൂനിന് സുക്കൂൻ ചെയ്യും. പക്ഷെ ഷദ്ദുള്ള നൂനായത് കൊണ്ട് ആ നൂനിന് എന്ത് ചെയ്യണം? രണ്ട് ഹറക്കത്ത് മണിച്ച് സ്റ്റോപ്പ് ചെയ്യണം. അഥവാ ലം യത്മിസ്ഹുൻ. പക്ഷെ നമ്മൾ ഇത് ആയത്തിന്റെ തുടക്കമായത് കൊണ്ട് അങ്ങനെ ആരും സ്റ്റോപ്പ്, അതിന് മുമ്പുള്ള ആയത്തിനോട് ചേർത്ത് ഓതുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ശ്വാസം കിട്ടാതെ വരും. ജോയിൻ ചെയ്ത് ഓതുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമുക്ക് മുമ്പത്തെ ആയത്ത് ഓതി ശ്വാസത്തിന്റെ അടുത്ത ആയത്ത് നമ്മൾ ഓതുമ്പോൾ എന്ത് ചെയ്യും? ശ്വാസം കിട്ടാതെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ലം യത്മിസ്ഹുന്നയുടെ അവിടെ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അല്ലാതെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഓതുമ്പോൾ ലം യത്മിസ്ഹുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്യാറില്ല. ഇനി സ്റ്റോപ്പ് ചെയ്താൽ തന്നെയും ആ ഷദ്ദുള്ള നൂനിന് എന്താക്കണം? രണ്ട് ഹറക്കത്ത് മണിച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇത് നൂനിന്റെ വിഷയം. മീമിന്റെ ഉദാഹരണം വരുമ്പോഴും ഇതേ രൂപത്താണുള്ളത്. അതിന്റെ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. ഓക്കെ. സൂറത്തു ആലി ഇമ്രാൻ, ആലി ഇമ്രാൻ 154 ആയത്താണത്. ثم أنزل عليكم من بعد الغم. പക്ഷെ അവിടെ വഖഫിന്റെ അടയാളം ഇല്ല അല്ലെ? ഗമ്മിന്റെ അവിടെ വഖഫിന്റെ ഏതെങ്കിലും സിമ്പല് കാണാൻ കഴിയുന്നുണ്ടോ? നമുക്ക് കാണുന്നുണ്ടോ അവിടെ? ഇല്ല. ഇല്ല. പക്ഷെ അവിടെ ഗമ്മി അമനതൻ നുആസൻ എന്ന് നമുക്ക് ഓതി പോകാൻ ശ്വാസം കിട്ടുന്നില്ല എങ്കിൽ അവിടെ ഗമ്മിന്റെ അവിടെ എന്ത് ചെയ്യാം? നിർത്താം. അങ്ങനെ നിർത്തിയാൽ എന്ത് ചെയ്യണം? മിൻ ബഅദിൽ ഗമ്മി മുതൽ എന്ത് ചെയ്യണം? ബാക്കിൽ നിന്ന് കുറച്ചു ഭാഗം എടുത്ത് നമ്മൾ ഓതണം. അഥവാ വഖഫിന്റെ അടയാളമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഖുർആനിൽ എവിടെ വേണമെങ്കിലും നിർത്താം. ശ്വാസം കിട്ടിയില്ല നിർത്താം. പക്ഷെ നമ്മൾ ബാക്കിൽ നിന്ന് എടുത്തോതാണ്. വഖഫില്ലാത്ത ഭാഗങ്ങളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ പുറകിൽ നിന്ന് കുറച്ച് പുറകിൽ നിന്ന് എന്ത് ചെയ്യണം? എടുത്തു ഓതാം എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഗമ്മിന്റെ അവിടെ വഖഫിന്റെ അടയാളം ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? ثم أنزل عليكم من بعد الغم. അവിടെ എന്ത് ചെയ്യുന്നു? മീമിന് ഷദ്ദ് വന്നു. അപ്പൊ കെസറുള്ള മീമാണ്. കെസറിൽ നമ്മൾ സ്റ്റോപ്പ് ആക്കുകയാണെങ്കിൽ എന്താണ്? ആ കെസറ് മാറി എന്ത് ചെയ്യണം? ആ മീമിന് എന്താണ്? ഏത് ഹറക്കത്ത ചെയ്യണം? ഗമ്മിന്റെ അവിടെ കെസറല്ലേ? ആ കെസറിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോ ഹറക്കത്ത് ബൊമ്മല്ല, സുക്കൂനുക്ക സുക്കൂൻ. അഥവാ കെസറാണ്. ഓക്കെ. അഥവാ നമ്മൾ വഖഫ് നമ്മൾ പഠിച്ചല്ലേ? ഫതഹില് കെസറ ബൊമ്മ, അതേപോലെ കെസറത്തെയിൻ ബൊമ്മത്തെയിൻ. ഇതിൽ 5 ഹറക്കത്തില് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്തിനാ? സുക്കൂൻ ചെയ്യണം നമ്മൾ പഠിച്ചു. അത് നമ്മൾ ഒരു വഖഫിന്റെ സമയങ്ങളിൽ പഠിച്ചതാണ്. അതെ. അപ്പൊ ഇവിടെ മീമിന് കെസറാണ്. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോ അവിടെ എന്താവും? കെസറു മാറി സുക്കൂൻ വരും. അപ്പോ സുക്കൂൻ വരുന്നു മീമിന്. പിന്നെ എന്താണ്? മീമിനോടെ ഷദ്ദുണ്ട്. അപ്പൊ ഷദ്ദ് ചെയ്യും, മണിക്കണം. അപ്പൊ മീമിതാണ്. പക്ഷെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? മണിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. മിൻ ബഅദിൽ ഗം, മിൻ ബഅദിൽ ഗമ്മി അമനതൻ നുആസ. ഇതേ രൂപത്തിൽ തന്നെ പുറകിൽ നിന്ന് എടുത്ത് ഓതണം. അപ്പൊ അവിടെ ഷദ്ദുള്ള മീമിനെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മീമിനെ സുക്കൂനാക്കുകയും ഷദ്ദ് ചെയ്ത് മണിക്കുകയും, അഥവാ ഷദ്ദുള്ള മീമായത് കൊണ്ട് 2 ഹറക്കത്ത് മണിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇനി അതിൽ കുറച്ചും കൂടി വന്നാല് മൂന്നാമത്തെ ലൈനിൽ ഏതാണ്?
طائفة قد أهمتهم أنفسهم يظنون بالله غير الحق ظن ശ്വാസം കിട്ടുന്നില്ല അപ്പൊ എന്താ അവിടെ വഖഫില്ല, പക്ഷെ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഇനി അതല്ല, സ്റ്റോപ്പ് ചെയ്താൽ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്താണ്, ആ നൂനിനെ മണിച്ചുകൊണ്ട് രണ്ട് ഹറക്കത്ത് നിർത്തണം. നമുക്ക് യദുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ് വന്നൽ ജാഹിലിയ്യ, അവിടെ ജാഹിലിയ അവിടെ എന്തുണ്ട്, വഖഫിന് അടയാളം ഉണ്ടത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ വേണമെങ്കിൽ നിർത്താം. പക്ഷെ വഖഫിന്റെ ഭാഗങ്ങളിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇതേ രൂപത്തിൽ നൂനിന്റെ ശ്രദ്ധ വരിക, നമുക്ക് ശ്വാസം കിട്ടാതെ നമ്മൾ അവിടെ നിർത്തുന്ന ഒരു സാഹചര്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഷദ്ദുമീമിനെ എന്ത് ചെയ്യണം, രണ്ട് ഹറക്കത്ത് മണിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. ഇത് മനസ്സിലാവാത്തത് ആരെങ്കിലും ഉണ്ടോ? നമുക്ക് അങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പറയാം. അല്ല, ഇതിലൊരു കാര്യം, ഈ നിർത്താൻ പറ്റുമോ? വന്നേ പറ്റില്ല. എന്ന് പറഞ്ഞ അവിടെ കൽക്കലയാവും. ഞാൻ ഓതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. അതെ, നൂനിന് കൽക്കല വരാൻ പാടില്ല. എന്ന് പറഞ്ഞ അവിടെ കൽക്കലയുടെ ഒരു നിയമമായിട്ട് മാറും. അപ്പോ അവിടെ നിർത്തുമ്പോ അതെ, അതേപോലെ മനസ്സിലായില്ലേ? കാരണം ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ കുറവാണ്. കാരണം ഈ മീമിന്റെ അഥവാ ഷദ്ദുള്ള മീമിനും ഷദ്ദുള്ള നൂനിനും ഒക്കെ വഖഫിന്റെ ഭാഗങ്ങൾ അവസാനിക്കുന്ന ആയത്തുകൾ കുറവാണ്. അതാണ് ഈ വഖഫില്ലാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. അഥവാ ഇപ്പൊ ജാഹിലി അഥവാ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി മുമ്പത്തെ ഒരു ഉദാഹരണം നോക്കിയാല്, അഥവാ PDF ഉദാഹരണം ആയത്തിന്റെ അവസാനം വരുന്നു. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അവിടെ എന്താണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നൂനിനെ ശ്രദ്ധാക്കുന്നു, മണിച്ച് നിർത്തണം. ഇത് എന്താണ്, വഖഫ് അവിടെ വരെയാണ്. അഥവാ ആയത്തിന്റെ അവസാനം വരുന്നത് വഖഫിന്റെ ഒരു സന്ദർഭം വരുന്നത്. പക്ഷെ ഞാൻ കാണിച്ച രണ്ട് ഉദാഹരണങ്ങൾ എന്താണ്, ആയത്തിന്റെ ഇടയിൽ വരുന്നതാണ്. ആയത്തിന്റെ ഇടയിൽ വരുന്ന സാഹചര്യമാണ്. കാരണം ഖുർആനിൽ ഇങ്ങനെ ആയത്തിന്റെ അവസാനം വരുന്ന, അഥവാ ഷദ്ദിന്റെ നൂനിലും ഷദ്ദുള്ള മീമിലും ആയത്തിന്റെ അവസാനിക്കുന്ന ഉദാഹരണങ്ങൾ എന്താണ്, കുറെ നോക്കി. പിന്നെ എന്താണ്, രണ്ട് ഉദാഹരണങ്ങൾ എനിക്ക് കിട്ടിയത്. സൂറത്ത് ആൽ ഇംറാൻ, അഥവാ ഇടയിൽ വരുന്ന ആയത്തിന് ഇടയിൽ ഇതേ സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഇപ്പോ ഇവിടെ വഖഫിന്റെ അടയാളങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ശ്വാസം കിട്ടാതെ നമ്മൾ നിർത്തും. അപ്പൊ നിർത്തുമ്പോ ഇതുപോലെ നൂനിനോ അല്ലെങ്കിൽ ഷദ്ദുള്ള മീമിലോ ഷദ്ദുള്ള നൂനിലോ നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം, രണ്ട് ഹറക്കത്ത് മണിച്ച് നമ്മൾ വഖഫ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവാല്ലേ? ഇൻഷാ അല്ലാഹ്. അതേപോലെ കാണിച്ചു തരാം. എന്താണ് ഇത്, സൂറത്തുൽ ഹുജറാത്ത് ആണ്. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا, ഈ ശ്വാസം കിട്ടുന്നില്ല, ഞാൻ അവിടെ നിർത്തുന്നു. എന്നിട്ട് അസ മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങണം, عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن യകുന്നയാണ്. പക്ഷെ ശ്വാസം കിട്ടുന്നില്ല എനിക്ക് അവിടെ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഞാൻ സ്റ്റോപ്പ് ആക്കുമ്പോ അവിടെ നൂനിന്റെ ശ്രദ്ധയിലാണ് നമ്മൾ സ്റ്റോപ്പ് ആക്കുന്നത്. നൂൻ ശ്രദ്ധയിലാണ്, ശ്രദ്ധയുള്ള നൂനിൽ സ്റ്റോപ്പ് ആക്കുന്നു. ആ ഷദ്ദിന്റെ നൂനിന്റെ ഹറക്കത്ത് നോക്കുക, ഫത്ഹ. അപ്പൊ ആ നൂനിന് എന്ത് ചെയ്യാ, സുക്കൂൻ ചെയ്ത് പഠിച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അതേ തൊട്ടടുത്ത ഭാഗം എന്ത്, അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. അവിടെ വഖഫ് ഉണ്ട്. അവിടെ വഖഫിന്റെ അടയാളം ഏതാണ് വന്ന, അതെ അല്ലെ, സ്വലി. അതെ, സ്വലി എന്ന് പറയും. ഓക്കെ, അവിടെ സ്വലിയിൽ നിർത്തുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണ്, എങ്ങനെയാണ് നിർത്താനുള്ള അവന്റെ ഒരു നിയമം നമ്മൾ പഠിച്ചല്ലോ വഖഫിന്റെ. ഇവിടെ എങ്ങനെ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്?
നിർത്താതിരിക്കലാണ് ഹൈറ്. പക്ഷെ നിർത്തിയാല് കുഴപ്പമില്ല. ഓക്കെ. ബാറക്കല്ലാഹു ഫീക്ക്. അപ്പോ ഇപ്പൊ നൂനിന്റെ നമ്മൾ ഉദാഹരണം പറഞ്ഞു. അതേപോലെ മീമ് ശബ്ദ് വരുമ്പോഴും വഖഫ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ അടുത്തൊരു വഖഫിന്റെ ഒരു ഭാഗമാണ് പഠിക്കുന്നത്. ദീർഘത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ അഥവാ മദ്. ദീർഘമെന്ന് പറയുമ്പോൾ അറബിയിൽ മദ് എന്ന് പറയും. മദ്ദിൽ അവസാനിക്കുന്ന വാക്കുകൾ അഥവാ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അവിടെ മദ്ദിന്റെ അക്ഷരമായി മാറും. വഖഫ് ചെയ്യാതെ ചേർത്തൊടുകയാണെങ്കിൽ എന്താവില്ല, വഖഫിന്റെ അക്ഷരമായി അല്ല മദ്ദിന്റെ അക്ഷരമായി മാറൂല. വഖഫ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു, അത് മദ് നീട്ടാനുള്ള അക്ഷരമായി മാറും. അപ്പോ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നിർത്തേണ്ടത്, എത്ര ഹറക്കത്ത് നീട്ടാം എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോ അന്ത്യാക്ഷരം അഥവാ അവസാനത്തെ അക്ഷരം ഹറക്കത്തുള്ള വാവായിരിക്കുകയും, അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതേ അക്ഷരം വാവായിരിക്കുകയും ആ വാവിന് മുമ്പുള്ളതിന് ദമ്മായിരിക്കുകയും അക്ഷരത്തിന് ദമ്മായിരിക്കുകയും ചെയ്താൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ 2 ഹറക്കത്ത് നീട്ടി നിർത്തുക. അപ്പൊ നമ്മള് ഈ ആയത്തിൽ എന്താണ്, ഇല്ലാഹുവയാണ്. ഹുവ ഇതൊരു ആയത്തിന്റെ ഇടയിൽ വരുന്ന ഭാഗമാണ്. അപ്പോ ഇല്ലാഹുവ ബാക്കി അതിന് ശേഷം വാക്കുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വാവിന് നിർത്തും. അപ്പോ വാവിന് ഫത്ഹയാണല്ലേ, അവിടെ ഹുവ എന്ന വാക്കിൽ വാവിന് ഫത്ഹയാണ്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ വാവിന്റെ ഹറക്കത്ത് എന്താവും ഒന്ന് പറഞ്ഞാൽ നമ്മൾ വാവിന് സ്റ്റോപ്പ് ചെയ്യുന്നു, വഖഫ് ചെയ്യുമ്പോൾ അതെ ഫത്ഹ സുക്കൂനാകുന്നു. അപ്പൊ നമ്മൾ സുക്കൂൻ ചെയ്യുമ്പോ ആ വാവിന് മുമ്പുള്ള വാവായി. ഇനി ആ സുക്കൂനുള്ള വാവിന് മുമ്പുള്ള അക്ഷരം ഏതാണ്, ഹായിന് ദമ്മു വരുന്നു. അപ്പൊ എന്തായി, ഇത് മദ്ദിന്റെ അക്ഷരമായ വാവായി. മനസ്സിലായില്ലേ? മനസ്സിലായി. കാരണം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ആ വാവ് മദ്ദിന്റെ അക്ഷരത്തിന്റെ വാവാവുന്നത്. ആ ഹായിനെ നീട്ടാൻ പറ്റുന്നു. അഥവാ ഇല്ലാഹു എന്ന് നമ്മൾ നീട്ടി നിർത്തും. കാരണം എന്താണ്, ആ സാഹചര്യത്തിൽ നമ്മൾ നിർത്തുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്ന ആ ഹായിനെ നീട്ടാൻ അവിടെ കഴിയുന്നത് അവിടെ. അപ്പൊ വാവിനെ നമ്മൾ എന്താക്കുന്നു, മദ്ദിന്റെ അക്ഷരമായി മാറുന്നു. ആ ഹായിനെ 2 ഹറക്കത്ത് നീട്ടി നിർത്തുക. ഇല്ലാഹു അല്ല ഹു എന്ന് പറയാൻ പറ്റൂല, അവിടെ വാവിന് ഉച്ചരിക്കാനേ പറ്റൂല നിർത്തുകയാണെങ്കിൽ. കാരണം വാവ് സുക്കൂനാകുമ്പോ ആ സുക്കൂനുള്ള വാവിന് മുമ്പ് ദമ്മു വന്നാൽ ആ സുക്കൂനുള്ള വാവ് എന്താണ്, മദ്ദിന്റെ വാവായി. ആ സുക്കൂനുള്ള വാവിനെ നീട്ടണം. അപ്പൊ ഇല്ലാഹു. മനസ്സിലായില്ലേ? ഇനി 2-3 കുറച്ച് ഉദാഹരണം നോക്കാം ഇൻഷാ അല്ലാഹ്. അഥവാ നമ്മൾ വഖഫ് ചെയ്യുന്ന സമയത്തുള്ള വാവാവുകയും ഹറക്കത്തുള്ള വാവാവുകയും അതിന് മുമ്പുള്ള അക്ഷരത്തെ ദമ്മാവുകയും ചെയ്താൽ ആ വാവിനെ 2 ഹറക്കത്ത് നീട്ടി നമ്മൾ നിർത്തുക. ഇനി അതിന്റെ 2 ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഒന്ന് നോക്കാം. ഓക്കെ, കാണുന്നില്ലേ? ഇനി ഓക്കെ, ഇത് അശ്ശരിയുടെ അവസാന ഭാഗമാണ്. ഇല്ലാഹുവയാണ്. അപ്പൊ അവിടെ സ്വലി വന്നു, സ്വാദിലാമി. അപ്പൊ നമുക്ക് നിർത്താം. ഇനി നിർത്തുന്നതിനേക്കാളും ചേർത്തുന്നതിനാ നല്ലത്. പക്ഷെ നിർത്തിയാലും പ്രശ്നമില്ല. അപ്പൊ ഞാനിവിടെ നിർത്തും, അല്ലെങ്കിൽ നമ്മളിവിടെ നിർത്തുന്നു. അപ്പൊ നിർത്തും എന്താവുന്നു, ആ വാവ് എന്താവുന്നു, ഫതഹുള്ള വാവ് സുക്കൂനായി മാറുന്നു. ഇല്ലാഹു. അപ്പോ ആ വാവ് മദ്ദിന്റെ അക്ഷരമായ അഥവാ നീട്ടാനുള്ള അക്ഷരമായ വാവായി മാറുന്നു. അലിഫ് വാവ് യാ ആണ് മദ്ദിന്റെ അക്ഷരങ്ങൾ. അതില് വാവ് ആയി എന്ത് ചെയ്യും, ആ അക്ഷരം മാറുന്നു. ഫതഹുള്ള വാവ് സുക്കൂനാകുമ്പോൾ അതിന് മുമ്പ് ദമ്മും വരുന്നു. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ആ വാവ് മദ്ദിന്റെ അക്ഷരമായ വാവായി മാറുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 2 ഹറക്കത്ത് നീട്ടി നിർത്തുക.
ഇലാഹ ഇല്ലാഹു കണ്ടോ? ഇല്ലാഹു ചേർത്തൊതുകയാണെങ്കിൽ ഇല്ലാഹു ആലിം. അപ്പോ ഈ ഒരു നിയമം വരുന്നില്ല, ബാധകമായി വരുന്നില്ല. മനസ്സിലായില്ലേ? നമ്മൾ ചേർത്തൂതുമ്പോ എന്താ വരുന്നില്ല, മദ്ദിന്റെ അക്ഷരം അവിടെ വരുന്നില്ല. സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മള്, അവിടെ മദ്ദിന്റെ അക്ഷരമായി അവിടെ മാറും. ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത ഭാഗം എന്ത് ചെയ്യാം, നമുക്ക് ഓതാം. ആലിമുൽ, കാരണം വഖഫ് കിടക്കണം, വഖഫിന്റെ അടയാളം കിടക്കുന്ന പ്രശ്നമില്ല. ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം വശ്ശഹാദതി ഹു. അങ്ങനെ നിർത്താം. പക്ഷെ അങ്ങനെ കാരികൾ അങ്ങനെ നിർത്തില്ല, കാരണം ഷഹാദയുടെ അവിടെ വഖഫ് ഉണ്ട് ഓൾറെഡി. അപ്പൊ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതല്ല. ഇനിയിപ്പോ ഹൂയുടെ അവിടെ നിർത്തുകയാണെങ്കിൽ ഇതേ രൂപത്തിൽ എന്ത് ചെയ്യണം, ഹൂ എന്ന് എന്ത് ചെയ്യാം, 2 ഹറക്കത്ത് നീട്ടി നിർത്താം. ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടില്ല, കാരണം അതിന് മുമ്പ് വഖഫ് കിടക്കുന്നുണ്ട്. ആലിമുൽ ഗൈബി വശ്ശഹാദ, അങ്ങനെയാണ് സാധാരണ ഖിറാഅത്തിൽ ആ രൂപത്തിലാണ്. സോ അവിടെ എന്ത് ചെയ്യും, ഷഹാദയുടെ അവിടെ നിർത്തും, എന്നിട്ട് ഹുവർ റഹ്മാൻ റഹീം എന്ത് ചെയ്യും പറയും. അല്ലെങ്കിൽ മുതൽ ഹുവ റഹ്മാൻ റഹീം വരെ എന്ത് ചെയ്യും ചേർത്ത് ഓതും. ആലിമുൽ ഗൈബി വശ്ശഹാദതി ഹുവർ റഹ്മാനുർ റഹീം. രണ്ടാമത്തെ ആയത്തിൽ അതാണ് വല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു. അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇല്ലാഹു എന്താണ്, ആ വാവിന് എന്ത് വരുന്നു, സുക്കൂന് വരും. അപ്പോ ഹായിന് ദമ്മു ഉണ്ട്, വാവിന് മുമ്പുള്ള അക്ഷരത്തിന് ദമ്മും വരുന്നു, അപ്പൊ വായി മാറുന്നു. അപ്പൊ നമ്മളെ ഹായിനെ 2 ഹറഫ് നീട്ടി ഉച്ചരിക്കും. ഇനി ഇല്ലാഹു അൽ മലികു ചേർത്തൊതുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വാവിന്റെ അക്ഷരം മദ് മാറി എന്ത് ചെയ്യും, ഹറക്കത്തുള്ള വാവായി, സാധാരണ ഹറക്കത്തുള്ള വാവായി എന്ത് ചെയ്യും മാറുകയും ചെയ്യും. ഇത് എളുപ്പമാണ്. അഥവാ ഒരു ഹറക്കത്തുള്ള വാവിന് മുമ്പ് ദമ്മു വന്നാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരം ഹറക്കത്തുള്ള വാവാണ്. ഏത് ഹറക്കത്തും വരാം, ഫതഹ വരാം, കസർ വരാം, ദമ്മു വരാം. ഫതഹു തൻവീൻ വന്ന ഇതേ രൂപത്തിൽ വരില്ല, കാരണം സുക്കൂൻ ആവുമ്പോഴേ ഈ ഒരു നിയമം വരും. ഫതഹു തൻവീൻ വന്ന് നമ്മൾ സുക്കൂനാക്കി തിരിക്കോ ഇല്ല. അഥവാ ഫതഹു തൻവീൻ വന്ന് നമ്മൾ ഒരു ഫതഹ് കൊടുത്ത് ഒരു അലിഫിനെ നമ്മൾ നീട്ടൂലേ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഏത് ആയത്തുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ ആണ് അവിടെ. അഹദൻ അവിടെ നിർത്തുമ്പോൾ അഹദ. അപ്പൊ അവിടെ എന്ത് ചെയ്യൂല, ഈ ഒരു നിയമം വരൂല. അപ്പൊ വാവിന് ഫതഹു തൻവീൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യും, വാ എന്ന് ചെയ്യില്ല. അപ്പൊ ഫതഹും ഫതഹ് കസറ ദമ്മ്, കസറു തൻവീൻ ദമ്മു തൻവീൻ, ഈ ഹറക്കത്ത് എന്ത് ചെയ്യണം, വാവിന് വരുന്നു, അതിനു മുമ്പ് ദമ്മു വരുന്നു. നമ്മൾ ആ വാവിനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, സുക്കൂൻ ചെയ്യുന്നു. സുക്കൂൻ ചെയ്യുമ്പോൾ ആ വാവ് എന്താണ്, മദ്ദിന്റെ വാവായി മാറുകയും അതിനു മുമ്പുള്ള അക്ഷരത്തെ 2 ഹറക്കത്ത് നീട്ടി നമ്മൾ നിർത്തുകയും ചെയ്യണം. ഇത് മനസ്സിലാകാത്ത ഉണ്ടോ, എന്തെങ്കിലും ഡൗട്ടുകളോ? സംശയം ചോദിച്ചോക്കാം. അതില് ഒന്നാമത്തെ ഇല്ലാഹു പറഞ്ഞിട്ട് അവിടെ സ്വരമുണ്ട്, രണ്ടാമത്തെ ഇല്ലാഹുക്ക് സ്വരമില്ല. എന്നാലും പിന്നെ അൽമലിക്ക് വരെ തുടങ്ങിയാൽ മതിയോ? അൽമലിക്ക് വരെ തുടങ്ങിയാൽ മതിയോ? ഇല്ലാഹു എന്ന് പറഞ്ഞിട്ട് അൽമലിക്ക് പറയുമ്പോ അവിടെ, കാരണം നമ്മള് ഈ വഖഫിന്റെ അടയാളം നമ്മൾ പഠിക്കുന്ന സാധ്യതയുണ്ട് നമുക്ക്. നമ്മള് അറബികളല്ലോ ഒന്നാമത്തെ, നമുക്ക് ഖുർആന്റെ ഭാഷ നമുക്ക് അർത്ഥം അറിഞ്ഞുകൂടാ ഒന്നാമത്തെ കാര്യം. നമ്മള് സാധാരണ അപ്പൊ നമ്മള് ഇപ്പൊ ഇത് പഠിച്ച ആൾക്കാരാണ്, ഖുർആന്റെ ഭാഷ അറിയാം, ഖുർആന്റെ അർത്ഥം ഓതുമ്പോ അർത്ഥം അറിയാം. അവിടെ നിർത്തുകയാണെങ്കിൽ അർത്ഥം മാറൂല. അപ്പോ ഇല്ലാഹുവോട് അവിടെ നിർത്തുമ്പോ അർത്ഥം മാറൂല, കാരണം അള്ളാഹു അല്ലാതെ ആരാധനക്കറാൻ ആരുമില്ല. എന്നിട്ട് ഇല്ലാഹു, അവന് ആരുമില്ല, അവനാരാണ്, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അള്ളാഹുവിന്റെ തന്നെ പേരുകൾ പറയണം. അപ്പോ അവിടെ സ്റ്റോപ്പ് ആക്കിയത് കൊണ്ട് അർത്ഥം മാറുന്നില്ല. ഇനി നമ്മള് ഏറ്റവും ഹയർ എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, അതില് പോവാതിരിക്കുക. അഥവാ നമുക്ക് ഹുവൽ മലിക് എന്ന് പറഞ്ഞ് എടുത്തോതാം. അപ്പൊ ഏറ്റവും ഹയർ എന്നുള്ള നമ്മൾ പഠിതാക്കളാണ്. അതേപോലെ നമുക്ക് ഖുർആന്റെ അർത്ഥം എനിക്കറിയില്ല, അറിയാത്തവരാണ് ചിലപ്പോ ആയിരിക്കും, ചിലവർക്ക് പഠിച്ചിട്ടുണ്ടാവും, അങ്ങനെ ആശയം മനസ്സിലാവുന്നില്ല.
അങ്ങനെയുണ്ട് എങ്കിൽ നമ്മൾ ഏറ്റവും ഹൈർ എന്നുള്ളത് വഖഫിന്റെ അടയാളങ്ങൾ നിർത്തി ഓതുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഏറ്റവും ഹൈർ വഖഫിന്റെ അടയാളം നിർത്തി ഓതുക. ഇനി നമ്മൾ വഖഫിന്റെ അടയാളത്തിന് മുമ്പ് നിർത്തുന്നു ശ്വാസം കിട്ടാതെ, എന്നാൽ എന്ത് ചെയ്യാൻ നിർത്തുക. അതിന് മുമ്പുള്ള ഇപ്പൊ ഞാനിവിടെ ഹുവയുടെ ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്ന മാർക്ക് ചെയ്തിട്ട് പറഞ്ഞു തന്നത്. സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല. എന്നിട്ട് ഇല്ലാഹുവൽ മലിക് എന്ന് പറഞ്ഞ് എടുത്തോതാം. ഇനി അവിടെ ഇല്ലാഹുയുടെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ട് അർത്ഥം മഅനയിൽ വ്യത്യാസം വരുന്നില്ല, അർത്ഥം മാറുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, ഇല്ലാഹു അൽ മലിക് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് എടുത്തോതാം. പക്ഷെ ഇവിടെ വഖഫിന്റെ അടയാളം കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് അതിനേക്കാളും ഹൈർ എന്താണ്, നിർത്തിയാലും സാഹചര്യത്തിൽ വാവും എന്തിന്റെ അക്ഷരമായി മാറും, മദ്ദിന്റെ അക്ഷരമായി മാറും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതവിടെ മാർക്ക് ചെയ്തിട്ട് പറഞ്ഞു തന്നെ. അവിടെ നിർത്തിയാൽ പ്രശ്നമില്ല, എടുത്ത് ഓതിയാല് മതി. ഇനി ഞാൻ അവിടെ നിർത്തുമ്പോ എന്താണ് അർത്ഥത്തിലും മഅനയിലും മാറുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. കാരണം ഞാനും ഇതിൽ വലിയ എനിക്ക് അറിവില്ല. കാരണം വെച്ചാല് ഈ മഅന എന്താണ്, എനിക്ക് ചില ഭാഗങ്ങളിലൊക്കെ അർത്ഥം അറിയാം. ഞാൻ തഫ്സീറൊക്കെ നോക്കി അർത്ഥം അറിയാൻ സാധിക്കില്ല, ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ഒരു കാര്യം അറിഞ്ഞൂടെന്ന് പറയലാണ് ഹൈർ. കാരണം ഇത് ദീനാണ്. അപ്പൊ ഇതിൽ നമുക്ക് അറിയില്ല എന്ന് പറയലാണ് അത് ഇൽമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പഠിച്ച് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഈ ഭാഗത്ത് നിർത്തിയാല് മഅനയിൽ എന്താണ് വ്യത്യാസം വരുമോ, മഅന തെറ്റുമോ, ഇനി നിർത്തിയിട്ട് എടുത്ത് അല്ല അടുത്ത ഭാഗം മുതൽ എടുത്തു ഓതിയാല് മഅനയിൽ വ്യത്യാസം വരൂലേ എന്നെന്ത് ഞാൻ ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഈ നമ്മളെ ഈ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട്? വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഇല്ലെങ്കിലൊക്കെ പറഞ്ഞാൽ മതി. ഇല്ലെന്ന് ഇൻഷാ അല്ലാഹ് ഇല്ല, ഇതില് പ്രത്യേകിച്ച് സംശയങ്ങളില്ല. എളുപ്പമുള്ള സാധ്യത. ഓക്കെ ഇൻഷാ അല്ലാഹ്. അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ദീർഘത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ. ഇതും അതാണ്, നമ്മൾ നേരത്തെ വാവിൽ അവസാനിക്കുന്നു, ഇതെന്താണ് യായിൽ അവസാനിക്കുന്നതാണ്. അഥവാ അവസാന അക്ഷരം അന്ത്യാക്ഷരം അഥവാ അവസാന അക്ഷരം നമ്മൾ വഖഫ് ചെയ്യുന്ന സമയമുള്ള യാ ആണ്. അവസാന അക്ഷരം ഹറക്കത്തുള്ള യാ ആയിരിക്കുകയും അതിനു മുമ്പുള്ള അക്ഷരത്തിന് കെസർ ആയിരിക്കുകയും ചെയ്താൽ, അതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസർ ആയിരിക്കും. അപ്പോൾ ആ യാഇന് മുമ്പുള്ള ആ ഹറക്കത്തുള്ള യാഇന് മുമ്പുള്ള അക്ഷരത്തിന് കെസർ വരികയും ചെയ്താൽ ആ യാഇൽ നിർത്തുമ്പോൾ 2 ഹറക്കത്ത് നീട്ടി നിർത്തുക. അഥവാ നമ്മൾ ഖാലു ദുഉ ലനാ റബ്ബക മാ ഹിയ പക്ഷെ ഇവിടെ ജീം കിടക്കുന്നത് നമുക്ക് അനുവദനീയമാണ്. അപ്പൊ നമ്മൾ നിർത്തുകയാണ് എങ്കിൽ ആ യാഇന് എന്ത് ചെയ്യും, സുക്കൂൻ ചെയ്യും അല്ലെ. ആ യാഇന് സുക്കൂനാവും. യാഇന് ഫതഹല്ലേ, ഫതഹിന്റെ അക്ഷരത്തിൽ നമ്മൾ നിർത്തുകയാണെങ്കിൽ ഫതഹ് മാറി സുക്കൂനാകും. അപ്പൊ സുക്കൂനുള്ള യാ ആയി. ആ സുക്കൂനുള്ള യാഇന് മുമ്പുള്ള അക്ഷരത്തിന് കെസറ് വരുന്നു. അങ്ങനെ കെസറ് വരുമ്പോ ആ യാ മദ്ദിന്റെ അക്ഷരമായ യാ ആയി. നേരത്തെ വാവാണ് ഒന്ന്, ഇത് അക്ഷരം മാറുന്നേ ഉള്ളൂ. രണ്ടും എന്തിന്റെ അക്ഷരം ചെയ്യുമ്പോ 2 അക്ഷരം മദ്ദിന്റെ അക്ഷരം, മറ്റേത് വാവ് മദ്ദിന്റെ അക്ഷരമായി മാറുന്നു. ഇത് യാ സുക്കൂനാവുമ്പോ എന്താവും, അത് മുമ്പ് വരുമ്പോ മദ്ദിന്റെ യാ ആയി മാറുന്നു. അപ്പൊ നമ്മള് 2 ഹറക്കത്ത് നീട്ടി ഉച്ചരിക്കുക. മാഹി മാഹി ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ. പറയക്കാം. قالوا ادع لنا ربك يبين لنا ما അവിടെ യാനെ എന്താക്കൂല നമ്മള് നുത്തത്തിൽ അഥവാ നമ്മളെ ഉച്ചാരണത്തിൽ യാനെ കൊണ്ടുവരൂല. കാരണം ഹായിന് കസർ വരികയും ശേഷം യാ സുക്കൂനായിട്ട് വരികയും ചെയ്ത ആ യാനെ നീട്ടണം. എന്ത് ചെയ്യുന്നു, 2 ഹറക്കത്ത് നീട്ടി നമ്മള് വഖഫ് ചെയ്യുന്നു. കുറച്ച് ഉദാഹരണത്തിലേക്ക് പോവാം. ഇവിടെ 3 ആയത്തുണ്ട്. ഇതിൽ 3ലും 2 ആയത്തുകളിൽ എന്താണ് വഖഫിന്റെ ഭാഗത്തല്ല എന്താകുന്ന ആ ഒരു വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇതേ രൂപത്തിൽ എന്ത് ചെയ്യണം, വഖഫ് ചെയ്യണം. ഒന്നാമത്തെ
അവിടെ സ്വാദ് ലാം യാ ആണ്. പക്ഷെ നിർത്തുന്നതിനേക്കാളും നല്ലത് ചേർത്തോതുകയാണ്. അങ്ങനെ ഉദ്ദേശിച്ച ഒരാൾ എന്ത് ചെയ്യുന്നു? ചേർത്തോതുന്നു. അങ്ങനെ ചേർത്തോതുമ്പോ എന്താ പറ്റുന്നില്ല? അങ്ങ് അടുത്ത വഖഫിന്റെ അടയാളമായ ഖാഫ് ലാം യാ അല്ലെ ഖലീഡ് അവിടെ പറ്റിപ്പോവാ. നമുക്ക് അത്രയും ശ്വാസം വെച്ചിട്ട് ആ ഭാഗത്ത് എത്തിപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഖുൽഹീഡ് അവിടെ നിർത്തുകയാണ്. ഖുൽഹിയ മവാഖീത്താണ് അല്ലെ ഓതുമ്പോ റജീം يسألونك عن الأهلة قل هي مواقيت للناس والحج. ഖുൽഹിയുടെ അവിടെ നിർത്തുമ്പോ യാന് സുക്കൂൻ വരുന്നു. അതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസറായിരുന്നു. ആ യാ എന്താവും? മദ്ദിന്റെ അക്ഷരമായ യാ ആകുന്നു. അതുകൊണ്ട് 2 ഹറക്കത്ത് നീട്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഖുൽഹി അത് വഖഫിന്റെ ഭാഗത്തല്ല. പിന്നെ നമ്മൾ ചേർത്തോതാണ്. പക്ഷെ നിയമമനുസരിച്ച് ചേർത്തോതിലാണ് ഏറ്റവും ഉത്തമമെങ്കിൽ നമ്മൾ അങ്ങനെ ചേർത്തോതുമ്പോ ഖുൽഹിയുടെ അവിടെ വെച്ച് നമുക്ക് ശ്വാസം കിട്ടാതെ വരികയും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്താൽ ഇതേ രൂപത്തിലാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഖുൽഹിയുടെ അവിടെ ഖുൽഹി 2 ഹറക്കത്ത് 2 കൂടുതൽ നീട്ടാൻ പാടില്ല. കാരണം അവിടെ സാധാരണ മദ്ദാണ്, സാധാരണ ദീർഘമാണ് വരുന്നത്. സാധാരണ മദ്ദിനെ 2 ഹറക്കത്തെ നീട്ടാൻ പാടില്ല. രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? അവിടെ യാന് ഇതേ രൂപത്തിൽ ഹിയാണ് വന്ന അവിടെ. പക്ഷെ അവിടെ വഖഫിന്റെ അടയാളമുണ്ട്. സ്വലി അല്ലെ സ്വാദില യാ വന്നു വഖഫിന്റെ അടയാളം. അപ്പം ഏറ്റവും നല്ലത് ചേർത്തോതലാണ്. പക്ഷെ നമ്മൾ നിർത്തുന്നു, നമുക്ക് ശ്വാസം കിട്ടുന്നില്ല, നിർത്തി. അപ്പോ അവിടെ എന്ത് ചെയ്യും? ഫതഹുള്ള യാ സുക്കൂനാവുകയും സുക്കൂനുള്ള യാന് മുമ്പുള്ള അക്ഷരത്തിന് കെസർ വരികയും ചെയ്തു. ആ യാ മദ്ദിന്റെ ആ യായിനെ 2 ഹറക്കത്ത് നീട്ടുക. إن تبدوا الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء എന്ത് ചെയ്യാം? അതേ രൂപത്തിൽ എടുത്തോതാം. കാരണം അവിടെ വഖഫ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് അടുത്ത ഭാഗം മുതൽ എടുത്തോതാന് സാധിക്കും. മൂന്നാമത്തെ ഉദാഹരണം നോക്കുമ്പോൾ പക്ഷെ അവിടെ സ്വാദിലാം യാ ആണ് നമ്മൾ ചേർത്തോതാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഒമാഹിയുടെ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ശ്വാസം ഒമാഹിയ മിനദ്ദാലിമീൻ എന്ന് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒമാഹിയുടെ അവിടെ നമ്മൾ നിർത്തുന്നു. അതിനേക്കാൾ സാധാരണ ഓത്തില് ഇത് ഒമാഹിയുടെ നിർത്തൂല. കാരണം മുസവ്വമതൻ ഇൻദ റബ്ബിക് കാരണം അവിടെ വഖഫുണ്ട്. അവിടെ വഖഫുള്ളത് കൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആക്കും. ഞാൻ ഈ ഉദാഹരണം കുറച്ചുകൂടി പറഞ്ഞു തരാം. ഉദാഹരണം അപൂർവമാണ്, കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അഥവാ വഖഫിന്റെ അവസാനം വരികയും അതേപോലെ ആയത്തിന്റെ അവസാനം ഇങ്ങനെ ആയത്തിന്റെ അവസാനം വരുന്നതായിട്ട് ഇല്ല. കാരണം വഖഫിന്റെ ഇടയിലെ വരും ഈ സന്ദർഭങ്ങളിലൊക്കെ. അതിലൊന്നാണ് നമ്മളെ സൂറത്തുൽ ബഖറയിലെ ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി. ഇതേ ആയത്ത് തന്നെ മൂന്നാമത്തെ ആയത്തും ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ ആയത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ആയത്ത് കൊണ്ടുവരാത്തത്. കാരണം ഒരേപോലെ വരുന്ന ആയത്താണ്. അപ്പോ വഖഫിന്റെ അവസാനങ്ങളിൽ വരുന്നത് അപൂർവമാണ്. പിന്നെ ആയത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യും? ഇതേ രൂപത്തിൽ ഹിയ വരുമ്പോ നിർത്തുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ രൂപത്തിൽ എന്ത് ചെയ്യും? യാഇന് സുക്കൂൻ ചെയ്ത് അതിന് മുമ്പുള്ള അക്ഷരത്തെ എന്താണ് കെസർ കൊടുത്ത് നീട്ടി 2 ഹറക്കത്ത് നീട്ടി നമ്മള് സ്റ്റോപ്പ് ചെയ്യണം. നേരത്തെ വാവിന്റെ പറഞ്ഞതുപോലെയാണ് യാവും. ഏറ്റവും എളുപ്പമാണ്. രണ്ടും സാഹചര്യം അനുസരിച്ച് സന്ദർഭം അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ആ അക്ഷരം മദ്ദിന്റെ അക്ഷരമാവുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഹറക്കത്ത് നീട്ടി സ്റ്റോപ്പ് ചെയ്യുന്നു. എളുപ്പമാണ്. ഇതില് ആർക്കെങ്കിലും എനിക്കില്ല. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഖൈറ. നമുക്ക് ഇൻഷാ അല്ലാ 36 ഖുർആന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അതേ രൂപത്തിൽ നമുക്ക് ഇൻഷാ അന്ന് മുതൽ തുടങ്ങിയാണ്. അപ്പോ നമുക്ക് അതിനുള്ളൊരു ടൈമും കൂടി വേണം. ആർക്കും സംശയമില്ലല്ലേ? ഇല്ല. ഇല്ല. അല്ല, നമുക്ക് അടുത്തൊരു
ഭാഗം. ഇതും കൂടി പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഖുർആൻ നമുക്ക് തുടങ്ങാം. അഥവാ എല്ലാ ക്ലാസ്സിലും ഒരു അരമണിക്കൂർ ഡെഫിനിഷൻ പറഞ്ഞ് ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മൾ നോട്ട് ചെയ്ത് ഇങ്ങനെ പോകും. അരമണിക്കൂർ എന്ത് ചെയ്യും? ഖുർആന് ഓതും. നമ്മുടെ സൂറത്തു നബ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മുതൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അത് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും കയ്യിൽ ഖുർആൻ അല്ലെങ്കിൽ ഖുർആന്റെ ആപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹയറായിരിക്കും. ഏറ്റവും നല്ലത് ഖുർആന് തന്നെ ഉണ്ടാവുന്ന ഏറ്റവും ഒരു ഹയറായിട്ടുള്ളത്. കാരണം നമുക്ക് ഒരു സ്വന്തം ഖുർആൻ ഏറ്റവും വലിയൊരു ഇൻഷാ അല്ലാഹ്. അപ്പോ മൂന്നാമത്തെ ഒരു വഖഫിന്റെ ദീർഘത്തിന് അഥവാ മദ്ദിന്റെ അക്ഷര ശേഷം വരുന്ന ഹംസയിൽ നിർത്തുമ്പോൾ, മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം വരുന്ന ഹംസയിൽ നമ്മൾ നിർത്തുമ്പോൾ. അപ്പോ ഇതില് 3 വാക്കുകൾ പറയുന്നുണ്ട്. സമാ, സീ, സൂ എന്നിവ പോലെ ദീർഘത്തിന് ശേഷമുള്ള ഹംസ. അപ്പൊ ഇവിടെ സമ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? അവിടെ എന്തുണ്ട്? ആ ഒരു സമായിലെ അലിഫ് ഉണ്ടല്ലോ, നീട്ടാനുള്ള മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരുന്നു. മദ്ദിന്റെ അക്ഷരമായ യാന് ശേഷം ഹംസ വരുന്നു. സു എന്ന് പറയുമ്പോൾ മദ്ദിന്റെ അക്ഷരമായ വാവിന് ശേഷം ഹംസ വരുന്നു. ഇതേപോലുള്ള ദീർഘത്തിന് ശേഷമുള്ള ഹംസയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, വഖഫ് ചെയ്യുമ്പോൾ 4 അല്ലെങ്കിൽ 5 ഹറക്കത്തുകൾ എന്ത് ചെയ്യണം? നീട്ടി 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നമ്മൾ അതിനും പുറമെ 6 ഹറക്കത്ത് വരാം. 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 വരെ എന്ത് ചെയ്യാം? നമുക്ക് നീട്ടി നമുക്ക് നിർത്താം. അപ്പൊ 4 അല്ലെങ്കിൽ 5 ഹറക്കത്തുകൾ നീട്ടി നിർത്താം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിലെ ഉദാഹരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. ഇതേപോലുള്ള വരുന്ന വാക്കുകളിൽ ആയത്തുകളിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ആക്കുന്നു? ഒന്നാമത്തെ ആയത്താണെന്ത്? قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن في أموالنا ما نشاء. നശാഇന്റെ അവിടെ എന്തുണ്ട്? അവിടെ മദ്ദിന്റെ അക്ഷരം ഷീനിനെ നീട്ടാൻ ഒരു മദ് വന്നു. ആ മദ് വന്നത് എങ്ങനെ? ഷീനിന് മുകളിലായിട്ട് ഒരു അലിഫ് കാണുന്നില്ലേ? കാണാൻ മുകളിലായിട്ട് ആ അലിഫ് മദ്ദിന്റെ അക്ഷരമാണ്. അതിനുശേഷം ഹംസ വന്നു, വാവാണ്. പക്ഷെ വാവിന് മുകളിൽ ഹംസ വന്നാല് അത് വാവല്ല, അത് ഹംസയാണ്. ഹംസ അലിഫിന്റെ മുകളിൽ വരും, ഹംസ യാന്റെ മുകളിൽ. ഈ 3 അക്ഷരത്തിന് മുകളിൽ ഹംസ വന്നാൽ എന്താണ്? അത് ഹംസയാണ്. അപ്പൊ അവിടെ വാവിന് മുകളിലാണ് ഹംസ വന്നത്, അതുകൊണ്ട് എന്താണ്? അത് ഹംസയാണ്. അപ്പൊ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം, ദീർഘത്തിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നു. അതുകൊണ്ട് ഹറക്കത്ത് നീട്ടി നിർത്താം, 5 ഹറക്കത്ത് നീട്ടി നിർത്താം. ഇനി അതല്ല 6 ഹറക്കത്ത് നീട്ടി നിർത്താം. അപ്പോ 4 ഹറക്കത്ത് ആകുമ്പോ അല്ലെ, 4. 5 ആകുമ്പോഴോ 5. ഇനി 6 ആകുമ്പോ ഇതിന്റെ രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? الذي جعل لكم الأرض فراشا സ്റ്റോപ്പ് ചെയ്യുമ്പോ നമുക്ക് 4, 5, 6 നീട്ടാം. എന്നിട്ട് എടുത്തോതാം. പക്ഷെ എടുത്തോതുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? 4 അല്ലെങ്കിൽ 5 ഹറക്കത്തെ നീട്ടാൻ പറ്റൂ, 6 ഹറക്കത്ത് നീട്ടാൻ പറ്റൂല അവിടെ എടുത്തോതുകയാണെങ്കിൽ. ബിനാല് അവിടെ എന്തല്ല, അവിടെ ഇതേ ഒരു മദ് വരൂല കേട്ടോ, ഞാൻ മാറിയിട്ടതാണ്. അഥവാ ബിനാ എന്ന് പറയുമ്പോ അവിടെ നൂനിന് എന്താക്കുന്നു? നൂനിനെ നമ്മൾ 5 അല്ലെങ്കിൽ 4 ഹറക്കത്ത് നീട്ടുന്നു. ആ ഹംസ എന്താക്കും? 2 ഹറക്കത്തെ നിർത്തുമ്പോ ബിനാ. അല്ലാതെ ബിനാ അവിടെ ഹംസ എന്താക്കൂല? 2 ഹറക്കത്തിൽ കൂടുതൽ നമ്മൾ നീട്ടൂല. അതിനാണ് ഇനി മിനസ്സമയിലെ നോക്കില്ല, മിനസ്സമ ആ ഭാഗത്ത് നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 വരെ നമുക്ക് ഹറക്കത്ത് നീട്ടി നിർത്താം. വഖഫ് ഇല്ല, പക്ഷെ നമുക്ക് ശ്വാസം കിട്ടാൻ നിർത്തുകയാണെങ്കിൽ ഇതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നിർത്തണം.
وأنزل من السماء അവിടെ എടുത്തോതുകയാണെങ്കിൽ ചേർത്തൊതുമ്പോ 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടാനേ പറ്റൂ. 6 ഹറക്കത്ത് നമുക്ക് നീട്ടാൻ പാടില്ല. പിന്നെ അതിന് ശേഷമുള്ള മാ അനു അവിടെയും മാ എന്ന് പറയുമ്പോ ആ ഹംസയെ 2 ഹറക്കത്തെ പറ്റൂ. മാ അനിലെ മീമിന് എത്ര ഹറക്കത്താണ്? 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടാൻ പറ്റും. അപ്പൊ നമ്മൾ അവസാനമുള്ള ഹംസയെ അവിടെ ഹംസയെ നമ്മൾ നീട്ടുന്നു. അപ്പോ 2 ഹറക്കത്തെ അവിടെ പറ്റൂ. അപ്പോ ബിനാഅനും മാ അനും എന്താണ്? അത് എനിക്ക് മാറിപ്പോയതാണ് കേട്ടോ. അത് നോക്കണ്ട. നമ്മൾ നോക്കുന്നത് മാ നശ, അതുപോലെ വസ്സമാ മിനസ്സമാ, അവിടേക്ക് നിർത്തുമ്പോൾ എന്താണ്? 4 മുതൽ 6 ഹറക്കത്ത് വരെ നമുക്ക് നീട്ടി നിർത്താം. ഇനി മൂന്നാമത്തെ ആയത്തിൽ എന്താണ്? قالوا أتجعل فيها من يسفك الدماء. എത്ര ഹറക്കത്ത്? 6 വരെ നമുക്ക് കിട്ടാം. 4 മുതൽ 6 വരെ, 4 അല്ലെങ്കിൽ 5 ഹറക്കത്തോ 6 വരെ നമുക്ക് എന്ത് ചെയ്യാം? നീട്ടി നിർത്താം. ഇനി നാലാമത്തെ ആയത്തിലോ? ഇത് സൂറത്തു ആലി ഇംറാനിലെ 1-ാമത്തെ പേജിലായിട്ടാണ്. എന്ത്? ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. 6 വരെ എന്ത് ചെയ്യണം? നീട്ടി. ഈ 4ആണെങ്കിലോ? ഫിസ് സമാ. 5ആണെങ്കിലോ? വലാ ഫിസ് സമാ. 6ആകുമ്പോ അതിനേക്കാളും. അപ്പൊ നമ്മളൊരു യൂണിഫോമിറ്റി നോക്കണം. എന്താണ്? നമ്മൾ ഈ ഭാഗങ്ങളിൽ 5 നീട്ടി നിർത്തുന്നതെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? 5 ഹറക്കത്തായിരിക്കും നമ്മൾ നീട്ടി നിർത്തേണ്ടത്. അല്ലാതെ ഇങ്ങനത്തെ ഭാഗങ്ങളിൽ 4 ഹറക്കത്താണെങ്കിൽ ബാക്കിയുള്ള ഇതേ രൂപത്തിലുള്ള വഖഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 4 ഹറക്കത്ത് നമ്മൾ നീട്ടി നിർത്തണം. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോ ഇതില് ആരെങ്കിലും ഉണ്ടോ? ഇതില് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള അവസാന അക്ഷരം ഹംസയാകുന്നു. ഹംസയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ അത് അങ്ങനെ പറയണ്ട. നമ്മൾ ഈ രൂപത്തിൽ പറഞ്ഞാൽ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരുന്ന ഭാഗങ്ങളെ നമ്മൾ നിർത്തുന്നു. മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം അഥവാ ദീർഘത്തിന്റെ അക്ഷരത്തിന് ശേഷം വരുന്ന ഹംസയിൽ നിർത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 മുതൽ 6 വരെയുള്ള ഹറക്കത്തിൽ 6 വരെയുള്ള ഹറക്കത്ത് വരെ എന്ത് ചെയ്യാം? നമുക്ക് സാധിക്കും. അപ്പൊ ഈ നാല് മാഇന്റെ ഹംസയ്ക്ക് ഫതഹാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ 6 വരെ നീട്ടാൻ പറ്റും. കാരണം അവിടെ ഈ ബിനാ എന്ന് അവിടെ ഹംസയ്ക്ക് സുക്കൂനാക്കുന്നില്ല. അവിടെ ഹംസയ്ക്ക് തൻവീൻ വന്നത് കൊണ്ട് ഫതഹ് തൻവീനാണ്. ബിനാ എന്നാണ്. ബിനാ അവിടെ തൻവീൻ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ആ തൻവീനെ 2 ഹറക്കത്തെ നീട്ടാൻ പറ്റൂ. അപ്പൊ അവിടെ നൂനിനെ നമുക്ക് 5 ഹറക്കത്ത് വരെ നീട്ടാൻ പറ്റൂ. 6 വരെ നീട്ടാൻ പറ്റൂല. സമായില് നോക്കിയാൽ ഹംസയ്ക്ക് ഫതഹാണ് വന്ന, ഫതഹ് തൻവീൻ അല്ല. മനസ്സിലായില്ലേക്കാ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമുക്ക് ഖുർആൻ എടുക്കാല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് വാവിന്റെ കാര്യമില്ലേ? ദീർഘത്തില് അവസാന അക്ഷരം ഹറക്കത്തുള്ള വാവായിരിക്കുകയും അതിനു മുമ്പുള്ള അക്ഷരത്തിന് ദമ്മു വരികയും ചെയ്താൽ നിർത്തുമ്പോ 2 ഹറക്കത്ത് നീട്ടി നമ്മൾ നിർത്തണം. അത് നമ്മൾ പഠിച്ചു. അതേപോലെ യാഇൻ്റെത് അവിടെ യാ ആവുകയും അതിന് മുമ്പുള്ള അക്ഷരത്തിലെ കെസർ വരികയും ചെയ്താൽ 2 ഹറക്കത്ത് നീട്ടി നിർത്തണമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? സമാ അഥവാ ദീർഘത്തിന് ശേഷം ഹംസ വരുന്ന നമ്മള് സ്റ്റോപ്പ് ചെയ്യുമ്പോ എന്ത് ചെയ്യണം? 4 ഹറക്കത്ത് അല്ലെങ്കിൽ 5 6 ഹറക്കത്ത് വരെ എന്ത് ചെയ്യാം? നീട്ടി നിർത്താം. ഈ 3 കാര്യം നമ്മളൊന്ന് പഠിച്ചേ. അപ്പൊ ഇതിന്റെ 3ന്റെയും എന്തിനാ ഓരോ സോറി ഇടയ്ക്ക് ചോദിക്കുന്നു. ഈ നിർത്തുന്നില്ലെങ്കിൽ അത് ഇൻ ബിറ്റ്വീൻ വന്നു കഴിഞ്ഞാൽ 5 വരെ പോകാൻ പാടുള്ളൂ നിർത്താം അല്ലെ? പാടുള്ളൂ. അതെ 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 അതെ. നിർത്തുന്നു എങ്കിൽ എന്താണ്? 6 6 വരെ പോകാം. അഥവാ ഇൻ ബിറ്റ്വീൻ നിർത്തുന്നില്ലാണ്ട് പോവാണെങ്കിൽ 4 മുതൽ 5 വരെ. അവിടെ അങ്ങനെ പോവുകയാണെങ്കിൽ 6 നമുക്ക് നീട്ടാൻ പറ്റൂല അവിടെ. ഓക്കെ. ബിനാന്റെ അവിടെ നമുക്ക് സ്റ്റോപ്പ് ആക്കുകയാണെങ്കിൽ പോലും ബിനാന്റെ നൂനിനെ 5 ഹറക്കത്ത് നീട്ടാൻ
5 വരെ നീട്ടാം. പിന്നെ കാരണം അവിടെ ഹംസ തൻവീൻ വന്നേന്. അപ്പൊ ആ തൻവീന് ആയതുകൊണ്ട് അവിടെ ഹംസക്ക് സുക്കൂൻ ആവൂല. തൻവീൻ ഫതഹു തൻവീൻ വന്നതുകൊണ്ട് സുക്കൂൻ ആക്കോ ഇല്ല. നിർത്തുമ്പോ ഒരു ഫതഹ് കൊടുത്ത് ഒരു അലിഫിനെ നീട്ടും. അപ്പൊ ആ എന്ന് നീട്ടുമ്പോ 2 ഹറക്കത്തെ നീട്ടും. അപ്പൊ നൂനിന് വന്ന മദ്ദിന് എന്താക്കും? 5 വരെ നീട്ടാനേ പറ്റൂ, 6 നീട്ടാൻ പറ്റൂല. മനസ്സിലായില്ലേ ഇപ്പൊ? മനസ്സിലായി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമുക്ക് ചോദിച്ചു. ഈ ഹംസ കൂടെ വരുന്ന എന്താ പറഞ്ഞത്? അല്ല, ഹംസ 3 രൂപങ്ങളായിട്ട് ഹംസ വരും. ഒന്നാമത്തെ ഹംസ ഒന്നാമത്തെ കാര്യം ഒറ്റയ്ക്ക് വരും. അതാണ് നമ്മളെ സമാഇന് കണ്ട ഹംസ ഉണ്ടാവും, ഒറ്റയ്ക്ക് വന്നിട്ടുള്ള ഹംസയാണ്. മനസ്സിലായില്ലേ? ഇതല്ലാതെ 3 രൂപത്തിൽ ഹംസ വരും. അതാണ് ഒന്നാമത്തെ എന്താണ്, അലിഫിന്റെ മുകളിൽ ഹംസ വരും. ഇപ്പൊ നമ്മള് ഞാന് ഇവിടെ എന്താണ് വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ എന്ന വാക്കിലെ ഹംസ കണ്ടോ? അലിഫിന്റെ മുകളിലെ, അത് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം യാഇന് മുകളിലായിട്ട് വരും. യാഇന്റെ മുകളിൽ വരും വെച്ചാൽ യാഇന് പുള്ളി ഉണ്ടാവില്ല. യാഇന് പുള്ളി ഇല്ലാതെ മുകളിൽ എന്ത് വരും? ഹംസ വരും. അതിന്റെ ഉദാഹരണം നോക്കണമെങ്കിൽ നമ്മള് എന്താണ് ഈ ഭാഗം ഞാൻ തന്ന ഉദാഹരണം ഇപ്പൊ ഖുർആന് ഞാൻ നോക്കിയിട്ട് ഞാൻ വാട്സപ്പിൽ പറഞ്ഞാൽ പോരെ ആ ഒരു ഹംസയുടെ രൂപം. ഇനി വാവിന്റെ മുകളിൽ ഹംസ വരുന്ന നമ്മൾ ഒന്നാമത് പറഞ്ഞ ഉദാഹരണം എന്ത്? ഫീ അംവാലിന മാ നശാ. അവിടെ നശ എന്ന ഹംസ വന്നിട്ടുള്ളത്. അപ്പൊ 3 രൂപങ്ങളിൽ ഹംസ വരും. അലിഫിന്റെ മുകളിൽ ഹംസ വരും, യാവിന് മുകളിൽ ഹംസ വരും, വാവിന് മുകളിൽ ഹംസ വരും. ഇങ്ങനെ 3 അക്ഷരങ്ങളെ മുകളിൽ ഹംസ വന്നാലും നമ്മൾ ഹംസ എന്ന അക്ഷരത്തിനെ പറയും. അല്ലാതെ അലിഫ് ഹംസ, യാ ഹംസ, വാവ് ഹംസ അങ്ങനെ പറയൂല. ഹംസ ഏത് അക്ഷരത്തിന് മുകളിൽ ഹംസ വന്നോ ആ അക്ഷരം എന്താണ്? ഹംസയാണ്. അതിന് വാവിന് മുകളിൽ ഹംസ വന്നാലും യാഇന് മുകളിൽ ഹംസ വന്നാലും അലിഫിന് മുകളിൽ ഹംസ വന്നാലും ഒക്കെ എന്താണ്? ഹംസയാണ്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? നമ്മൾ ഖുർആൻ എടുക്കാല്ലേ? ഓക്കെ ഇൻഷാ അല്ലാഹ്. വീഡിയോ ഓണാക്കിയ ഹയറായിരുന്നു. വീഡിയോ ഓണാക്കിയ ആരും കണ്ടിട്ടില്ല. വീഡിയോ ഓണാക്കിയാൽ ഹയറായിരുന്നു. അമ്മ ജുസ്ഉ മുതൽ തുടങ്ങാം. അമ്മ ജുസ്ഉവിന്റെ തുടക്കം സൂറത്തുൻ നബഅ മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് ആരംഭിക്കാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇപ്പോഴാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത്. അപ്പോ സൂറത്തുൻ നബഅ നമ്മൾ എടുത്തിട്ടുണ്ടല്ലേ? ആപ്പ് ഉള്ളവർ ആപ്പ് എടുക്കാം. ഇനി ഖുർആനായിട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഖുർആൻ എടുക്കാം. എടുത്തോ എല്ലാരും? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത്, നമ്മള് ഓരോരുത്തരും 3 ലൈൻ വെച്ച് നമ്മൾ ഓതും. ഇപ്പൊ സൂറത്തുൻ നബയില് തുടക്കം ഇബ്രാഹിം ഇക്ക നമുക്ക് തുടങ്ങാം. അതിനുശേഷം ഇസ്മായിലിക്ക, പിന്നെ നസീർക്ക, സിറാജിക്ക, ഓരോരോ 3 ലൈൻ. അപ്പൊ ഓരോ ആൾക്കാർ 3 ലൈൻ ഓതുമ്പോ ഇപ്പൊ നമ്മള് അൽഹംദുലില്ലാ ഇപ്പൊ തജ്വീദിന്റെ ഓരോ ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടല്ലേ നമ്മള്. അപ്പൊ നമ്മൾ പഠിച്ച നിയമങ്ങൾ ഖുർആനിൽ വരുമ്പോ നമുക്ക് മനസ്സിലാകണം ഇവിടെ ഇന്ന നിയമമാണ്, ഇവിടെ ഇതുകൊണ്ടാണ് ഇവിടെ തൻവീനിനെ വ്യക്തമാക്കിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 3 ലൈൻ ഓതുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ആയത്തിലും വന്ന് നമ്മൾ പഠിച്ചതായ തജ്വീദിന്റെ റൂൾസ് എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞ് പോവലാണ് ചെയ്യേണ്ടത്. അങ്ങനെ പോയാല് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അപ്പൊ ആ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഇപ്പൊ നമ്മളെ ഹിഫ്ദിന്റെ സെക്ഷനിലൊക്കെ ചൊവ്വാഴ്ച ദിവസം 1 മണിക്കൂർ ക്ലാസ് തജ്വീദിന് മാത്രമാണ്. അപ്പൊ അതിൽ പോകും നമ്മൾ ഇതേ രൂപത്തിലാണ്. നമ്മളെ തജ്വീദിന്റെ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ തന്നെ എന്ത് ചെയ്യും? തജ്വീദ് നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നീട് ഒരു 6-7 ക്ലാസ് കഴിഞ്ഞപ്പോ വിദ്യാർത്ഥികൾ തന്നെ പഠിക്കുന്നവർ തന്നെ എന്ത് ചെയ്യും? അവര് തന്നെ ആയത്തോതി അതിന്റെ നിയമങ്ങൾ പറയാൻ തുടങ്ങി. അൽഹംദുലില്ലാ. അപ്പൊ അതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മള് ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിച്ചു, വർക്കൗട്ട് ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷെ നമുക്ക് ഖുർആൻ ഓതുമ്പോ ഇവിടെ ഇന്ന നിയമമാണ് വന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാകണം. അപ്പോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതേ ഒരു ഓത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു രൂപം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇൻഷാ അല്ലാഹ്
ഒന്നാമത്തെ ആയത്ത് മുതൽ 3 വരി ഓതുക ആദ്യം. എന്നിട്ട് ഓരോ ആയത്തും ഓതിയിട്ട് അതിലെ നിയമങ്ങൾ ഇൻഷാല്ല നമ്മൾ പറഞ്ഞു പോവുക ഇൻഷാല്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ الذي هم فيه مختلفون. എന്ന് നിയമം പറയാം. സാഅലൂൻ അവിടെ അംസ് വന്നതുകൊണ്ട് അതിന് മുമ്പിലത്തെ അക്ഷരത്തിന് നമ്മൾ സാന് 4 5 ഹർക്കത്ത് കൂട്ടി നീട്ടി വന്നു. വ്യക്തമാവുന്നില്ല, ഒന്നുകൂടി ഒന്ന് പറഞ്ഞു. അവിടെ എന്തുകൊണ്ടാണ് സീനെ നമ്മള് അവിടെ 2 ഹറക്കത്തിൽ കൂടുതൽ സീനിന് ശേഷം അംസ് വന്നതുകൊണ്ട് സീനിന് ശേഷം അംസല്ലേ വന്നത്. സാഅലൂൻ സീനിന് ശേഷം ഇവിടെ അലിഫില്ലേക്ക അലിഫ് അതെ. സീനിന് ശേഷം അലിഫ് വന്നതുകൊണ്ട് നമ്മൾ അവിടെ ആ അലിഫിന് 2 ഹറക്കത്തിന് പകരം 4 മുതൽ 5 വരെ നീട്ടി പോകുന്നു. അങ്ങനെ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ എന്ന് വെച്ചാല് അവിടെ മദ്ദിന്റെ അക്ഷരമായ അലിഫ് വന്നു. നീട്ടാനുള്ള അക്ഷരമായ അലിഫ് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് പറയാൻ പറ്റുന്ന അറബി പറയാൻ പറ്റും. മദ്ദിന്റെ അക്ഷരം എന്ന് പറയാൻ ഞാൻ പഠിച്ച അങ്ങനെയാണ്. പിന്നെയാണ് ഇതിലൊക്കെ പറയുന്നത്. അപ്പൊ മദ്ദിന്റെ അക്ഷരമായ അലിഫ് വന്നു, ശേഷം ഹംസ വന്നു. അപ്പൊ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 5 ഹറക്കത്ത് നീട്ടി. ഇത്ര പറഞ്ഞാൽ മതി. മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നു. നമ്മൾ അങ്ങനെ പറഞ്ഞു ശീലിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ അവസാനം അവിടെ നൂൺ ഫത്തഹാണുള്ളത്, പക്ഷെ അവിടെ നിർത്തുന്നത് നൂണിനെ സുക്കുനാക്കി നിർത്തണം. അതെ. അടുത്തതും അതേപോലെ അതും അവസാനം മീമൻ സുക്കൂനാക്കി നിർത്തണം. മണിച്ചത് എന്തുകൊണ്ടാണ്? അവിടെ പിന്നെ ഇത് നൂന് മുകളില് പിന്നെ ഷദ്ദുള്ളതുകൊണ്ട്. അതെ, അപ്പൊ അതുകൂടി പറയണം. അവിടെ നൂനിന് ഷദ്ദ് വന്നതുകൊണ്ട് എത്ര നൂന് ഷദ്ദ് 2. അതെ, അപ്പൊ അതുകൂടി പറയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ 2 അവിടെ നിലനിർത്തണം. അലീം അവസാനം പിന്നെ യാവ് വന്നതുകൊണ്ടും 6 വരെ നീട്ടാം. ഓക്കെ. അതേപോലെ യതസാഅലൂനിലും എന്തുണ്ട്? ലൂനെന്ന് നീട്ടുമ്പോ 2 4 6 വരെ നമുക്ക് എന്ത് ചെയ്യാൻ നീട്ടാൻ പറ്റും. അവിടെ നീട്ടാം. അതുപോലെ തന്നെ അല്ലദീന അവിടെയും അതുപോലെ 2 ഹർക്കത്ത് നീട്ടാൻ വേണ്ടി അവിടെ ഷദ്ദ് വന്നതുകൊണ്ട് 2 ഹർക്കത്ത് നീട്ടിയിട്ട് മദ് 2 നീട്ടും ചെയ്യണം. ഷദ്ദുണ്ട്. അല്ലദി മടിക്കാൻ പറ്റുന്നില്ല. അതിന് പക്ഷെ അതിന് ഷദ്ദ് കൂട്ടണ്ടേ? ഷദ്ദിന്റെ കാര്യം നമ്മൾ പറയണ്ട. അത് നമ്മള് പറയേണ്ടത് പ്രധാനപ്പെട്ട നിയമങ്ങൾ പറഞ്ഞാൽ മടിക്കാൻ പാടില്ല. അവിടെ ഷദ്ദ് ചെയ്യണം കുറച്ച്. അല്ലദീഹും ഫീഹി മുഖ്തലിഫൂൻ. അവിടെ മുഖ്തലിഫൂൻ അവിടെ വാവ് വന്നതുകൊണ്ട് 2 4 6 വരെ നീട്ടണം. നൂന് സുക്കൂനാക്കി നിർത്തണം. അതെ. ഓക്കെ. അവിടെ ഹും ഫീഹിയുടെ അവിടെ ഹും മണിക്കാൻ പറ്റുമോ? ഇല്ല, പാടില്ല. അവിടെ ഇല്ല. അവിടെ മീമാണ് വന്നിരിക്കുന്നത്. സുക്കൂന് അവിടെ ഇതില്ലാത്തത് കൊണ്ട് എന്താ പറയാ, ഇത് വരാത്തത് കൊണ്ട്, ഷദ്ദ് വരാത്തത് ഷദ്ദല്ല പിന്നെ എന്ന് പറയാ, അഥവാ പാടില്ല.
അല്ലദീ ഹും സുക്കൂന് ഫീഹി പ്രിന്റ് മുഖ്തലിഫൂൻ. ചെയ്തിട്ടുണ്ടല്ലോ ഒക്കെ നമ്മൾ അങ്ങനല്ലേ പഠിച്ചത്. സുക്കൂന് പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സുക്കൂനെ വ്യക്തമാക്കണമെന്നല്ലേ പഠിച്ചത്, മണിക്കാതെ. അതെ 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 അപ്പൊ അതെ. ഹും എന്ന വാക്കിന് മീമിന് സുക്കൂന് വന്നു, സുക്കൂന് വന്നിട്ടുണ്ട്. അപ്പൊ ആ സുക്കൂനെ വ്യക്തമാക്കണം, മണിക്കാൻ പാടില്ല. അതെ അതെ. ഓക്കെ, അടുത്ത ആയത്തിലേക്ക. അല്ലദിഹും ഫീ മുഖ്തലിഫൂന 3 ലൈനാണ്, 3 ആയത്തല്ലേ അക്ക? 3 ലൈനാണ്. ഓക്കെ. അതെ അതെ. കല്ലാ സയഅലമൂൻ. ആയത്തിലേതെങ്കിലും ഒന്ന് പറഞ്ഞ നിയമങ്ങൾ അങ്ങനെ പറഞ്ഞു പോയാൽ. അതിന് കല്ല എന്നുള്ളതിന് ശബ്ദം അവിടെ കല്ല എന്നാവണം. പിന്നെ സയഅലമൂൻ അവസാനത്തെ മീമിന് വാവ് വന്നത് കൊണ്ട്, നീട്ടാനുള്ള വാവ് വന്നത് കൊണ്ട് അത് 4, 2, 4, 6 നീട്ടണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2, 4, 6 നമ്മൾ പറയില്ലേ, അത് കാരണം എന്ന് വെച്ചാൽ അറിയാം. നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നൂനിന് എന്താക്കുന്നു, കല്ലാസയഅലമുന്ന നൂനിന് ഫത്ഹ് മാറി സുക്കൂൻ വരുന്നു. ഓക്കെ, ആ സുക്കൂനുള്ള നൂനിന് മുമ്പ് സുക്കൂനുള്ള വാവ് വരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സുക്കൂനുള്ള നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനുള്ള അക്ഷരത്തിന് മുമ്പ് സുക്കൂനുള്ള വാവ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ 2, 4, 6 വരെ നീട്ടാം. അതാണ് അതിന്റെ നിയമം, യഥാർത്ഥ റൂൾ എന്നുള്ളത്. ഓക്കെ. ثم كلا سيعلمون. സെയിം കഴിഞ്ഞു പോയ അതേ നിയമം തന്നെ ഇവിടെയും വരുന്നത്. പക്ഷേ സുമ്മയുടെ മീമിനെ മണിച്ചില്ല, അത് പറഞ്ഞില്ലേ? അത് മീമിന് ശബ്ദ് വന്നത് കൊണ്ട് അതിന് 2 ഹർക്കത്ത് നീട്ടി മണിക്കണം. അടുത്തത് അലം മുകളില് സുക്കൂൻ വന്നതുകൊണ്ട് ജി പൊട്ടിച്ച് പോകുന്ന ഇത് വരുന്നതാണ്, കൽക്കലയിൽ പെടുന്നതാണ്. അലം നജ്അലിൽ അർദ മിഹാദാ. അതെ, അത് മിഹാദയില് ശബ്ദ് വരുന്നത് അത് 2 മാറ്റി വച്ചിട്ടാ ഉള്ളത്. അതിനെന്താ പറയാ, അല്ല മിഷദ് അല്ല, അതിന് വാക്ക് പറയുന്നത് അലം നജ്അലിൽ അർദ മിഹാദാ. അതില് ഇത് വന്നതുകൊണ്ട് തൻവീൻ വന്നതുകൊണ്ട് 2 ഹർക്കത്ത് നീട്ടി നിർത്തണം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 2 കൂടുതൽ നിർത്താൻ പാടില്ല. അതെ അതെ. മിഹാദ വൽ ജിബാല ഔതാദ. അതും ഇതുപോലെ തന്നെ ഫത തൻവീൻ വന്നതുകൊണ്ട് 2 ഹർക്കത്ത് നീട്ടി നിർത്തണം. അതെ. വഖലഖനാകും അസ്വാജ. ഇതിലും അതുപോലെ തന്നെ വഖലഖനാകും. ഇവിടെയും കാഫിന്റെ മേലെ സുക്കൂൻ വന്നതുകൊണ്ട് അതിനെയും കൽക്കലയിൽ നിർത്തണം. അതെ. വഖലഖനാകും അസ്വാജ. അതും ജാനും അതേപോലെ തന്നെ ഫത തൻവീൻ വന്നതുകൊണ്ട് 2 ഹർക്കത്ത് നീട്ടി നിർത്തണം. അസ്വാജിലെ വാവിന് എത്ര ഹർക്കത്ത് നീട്ടാം? 2 ഹർക്കത്ത്. അതിന് സാധാരണ ദീർഘമുള്ളൂ. അസ്വാജ. ഇപ്പൊ 3 ലൈനായേക്കാം. അടുത്ത വജഅൽനാ നൗമക്കും സുബാത. വജഅൽനാ നൗമക്കും സുബാത. ഇതും അതുപോലെ തന്നെ ഫത തൻവീൻ വന്നതുകൊണ്ട് 2 ഹർക്കത്ത് നീട്ടി നിർത്തണം. അതെ. പിന്നെ ഇതില് നൗമക്കും അതിന് മണിക്കാൻ പാടില്ല, അതിന് മീമിന് സുക്കൂൻ ആയതുകൊണ്ട്. ഓക്കെ, മാഷാ അല്ലാഹ്. 3 ലൈനായി. നസീറൊക്കെ ഇൻഷാല്ലാ അടുത്ത ഒരു 3 ലൈൻ ഇൻഷാല്ലാ ഓതിയാല്, അഥവാ 10 മുതൽ 15 വരെ. വജഅൽന ലൈല ലിബാസ മുതൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽന ലൈല ലിബാസ. അതില് വന്ന നിയമങ്ങൾ പഠിച്ച ആയിട്ടുള്ള റൂളുകൾ ഉണ്ടാക്കാം.
ആ ലൈല എന്നുള്ള ശ്രദ്ധ വന്നിട്ടുണ്ട് അവിടെ, 2 ഹർക്കത്ത് മണിക്കണം. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് നമ്മള് ഷദ് 2 അക്ഷരങ്ങളിൽ വന്നാലേ നമുക്ക് മണിക്കാൻ പറ്റൂ. അഥവാ മീമിനോ നൂനോ ഷദ് വന്നാലേ മണിക്കാൻ പറ്റൂ. പക്ഷെ അവിടെ വജഅൽന ലൈലയുടെ ലാമിനാണ് ഷദ് വന്നത്. അപ്പൊ നമുക്ക് ലാമിനെ മണിക്കാൻ പറ്റൂലക്ക. മനസ്സിലായാക്കാക്ക്? ആ ഓക്കെ. അഥവാ അവിടെ ശ്രദ്ധിക്കാനേ പാടുള്ളൂ. ലൈലയുടെ ലാമിന് ഷദ് വന്നുകൊണ്ട് മണിക്കാൻ പാടില്ല, പക്ഷെ കടുപ്പിച്ചു ഉച്ചരിക്കണം. ഓക്കെ, എനിക്ക് ഒരു ശ്രദ്ധിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. വേറെ ഏതെങ്കിലും നിയമങ്ങളൊക്കെ? ലിബാസയിലെ അവിടെ സീനിനെ നീട്ടുമ്പോ ലിബാസിലെ ലിബാസ നമ്മൾ നിർത്തൂലേ, അപ്പൊ നമ്മൾ എത്ര ഹറക്കത്ത് നീട്ടി നിർത്തണം? 2. അതെ, 2 ഹറക്കത്ത്. അത് എന്തുകൊണ്ടാണ്? അത് അതെ, ഫതഹു ഒക്കെ ഖുർആൻ നോക്കിക്കോ. ഖുർആൻ നോക്കിയിട്ട് പറയാം, അവിടെ ഫതഹു തൻവീൻ വന്നു. എളുപ്പത്തിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അടുത്ത ആയത്ത് എന്ന് പറയാൻ അടുത്ത ആയത്ത് നോക്കിയാണ്. ആ ആയത്തില് നൂന് ശബ്ദ വന്നു, ബാറക്കല്ലാഹു ഫീക്കും. 2 ഹർക്കത്ത്. അതുപോലെ ലാസ്റ്റ് നിർത്തുന്നത് പിന്നെ ഫതഹ് തൻവീൻ. മാഷാ അല്ലാഹ്. ഫതഹു തൻവീൻ ആകുമ്പോ എത്ര ഹറക്കത്ത് നീട്ടണം? അതും കൂടി പറയാം. 2 ഹർക്കത്ത് നീട്ടി നിർത്തുക. അതെ. വബനൈനാ ഫൗകകും സബ്അൻ ശിദാദാ. ഇതിലും ലാസ്റ്റ് നിർത്തുന്നത് ഫതഹ് തൻവീൻ വന്നുകൊണ്ട് 2 ഹർക്കത്ത് നിർത്തുക. അവിടെ ഫൗഖക്കും എന്ന് അവിടെ സ്റ്റോപ്പ് ആക്കാൻ പറ്റില്ല, അവിടെ ചേർത്ത് പാടില്ല. വബനൈനാ ഫൗഖക്കും സബ് അത് ചേർത്ത് നോക്കാം. അങ്ങനെ ഓതിയണക്കാം. വബനൈനാ ഫൗകകും സബ്അൻ ശിദാദാ. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫൗഖക്കും എന്ന വാക്കിൽ നോക്കിയാൽ ഒന്നാമത്തെ ഫായും വാവും കഴിഞ്ഞിട്ട് പിന്നീടുള്ള അക്ഷരം ഖാഫ് ആണല്ലേ? അതിനുശേഷം കാഫ് ആണ്. അപ്പോ അതെ, ആദ്യത്തെ അക്ഷരം ഖാഫ് പറയുമ്പോ നാക്ക് അണ്ണാക്കി തട്ടുക, ഖ നാക്കിന്റെ പിറകുഭാഗം അണ്ണാക്കി തട്ടുക, ഫൗഖ. രണ്ടാമത്തെ കാഫ് ആവുമ്പോ എന്ത് ചെയ്യാ? അതിന് മുമ്പിൽ പറയാം ഫൗഖക്കും സബ്അൻ ശിദാദാ. ഫൗഖക്കും സബ്അൻ ശിദാദൈനി ബായിന്റത് സബ് അല്ലെ? ബായിന് വന്നു, സുക്കൂൻ വന്നു, മുഴക്കമുണ്ടാകണം, കൽക്കല ചെയ്യാതെ വെളിവാക്കി പറഞ്ഞ വെളിവാക്കിയല്ല. അവിടെ ബായിന്റെ ശബ്ദത്തിൽ നമ്മള് സബ്, അതെ, ഒരു ബാസ് ചെയ്ത് നമ്മൾ പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മളിത് പഠിച്ച നിയമമാണ്. അവിടെ സബ് നമ്മൾ എന്ത് ചെയ്യുന്നു? തൻവീനിനെ നമ്മൾ എന്താക്കുന്നു? മറച്ച് മണിക്കുന്നുണ്ട്. ഓതിയപ്പോഴങ്ങനെ തന്നെ ഓതിയത് ശരിയാണ്. അത് എന്താണ് കാരണം എന്ന് ചോദിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് നമ്മൾ സബ് ആണ് അവിടെ സബ് തൻവീനെ അവ്യക്തമാക്കി? എന്തുകൊണ്ട് നമ്മൾ അവ്യക്തമാക്കി? അതിന്റെ റീസൺ ഒന്ന് പറഞ്ഞാല് ഹയറായിരുന്നു. അത് ഫതഹ് തൻവീൻ ഒന്നുണ്ട്. ഫതഹ് തൻവീൻ ഫതഹ് തൻവീൻ പിന്നെ അഥവാ ആ ഫതഹു തൻവീന്റെ ശൈലി നോക്കിയാണൊക്കെ അത് എന്താ പറയാൻ പറ്റത്തില്ല. അത് വിട്ടിട്ടുള്ളത് പ്രിന്റിലുള്ളത് പോലെ. അതെ, പ്രിന്റിലുള്ള. പക്ഷെ ഇത് നമ്മള് ക്ലിയർ ആയില്ല. നമ്മള് റൂൾസ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോ ഇവിടെ ഇഖ്ഫ എന്നൊരു നിയമമുണ്ട്. യഥാർത്ഥത്തിൽ ഇഖ്ഫ ആണ് തജ്വീദിൽ ഇഖ്ഫ. അതായത് പ്രിന്റില് കുറച്ച് മാറിയിട്ടുള്ളതല്ലേ? അതെ, 2 രൂപത്തിൽ പറയാക്ക. ഇപ്പൊ നമ്മള് പഠിച്ച ശൈലി എന്ന് വെച്ചാല് ഖുർആനിന്റെ ഫോണ്ടിൽ എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് അത് നമുക്ക് നോക്കിയിട്ട് തജ്വീദ് ഓതാൻ പറ്റും. കാരണം ഖുർആന് ഏറ്റവും എളുപ്പത്തിൽ ആളുകൾക്ക് ഓതാനുള്ള ഒരു ഇതാണ് ഖുർആൻ. അപ്പൊ അതിന്റെ എഴുത്തിന്റെ ശൈലിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? തജ്വീദ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു സിസ്റ്റമാണ് പഠിപ്പിച്ചിട്ടുള്ള. പക്ഷേ ഇതിന് ഓരോ നിയമങ്ങളുണ്ട്. എന്തുകൊണ്ട് അവിടെ തൻവീനിനെ മറയ്ക്കുന്നു? അവിടെ സബ് അൻ എന്ന് പറയാതെ സബ് എന്തുകൊണ്ട് പറയുന്നു? പക്ഷെ അങ്ങനെ പഠിച്ചാൽ ചിലപ്പോ എല്ലാവർക്കും നമുക്ക് എന്താവൂല, കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂല. അതുകൊണ്ടാണ്
ആ തൻവീനിന്റെ ശൈലി, എഴുത്തിന്റെ ശൈലി കൊണ്ട് നമ്മൾ പഠിപ്പിച്ചത്. അവിടെ ഇഖ്ഫ എന്നൊരു നിയമമുണ്ട്, അറബിയിൽ ഇഖ്ഫ എന്ന് പറയും. അപ്പൊ നമ്മൾ പറയുമ്പോ ഇങ്ങനെ പറയാ, അവിടെ തൻവീൻ എന്താക്കാണ്, ഒന്ന് മാറ്റി അഥവാ വിട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത് തൻവീന്റെ ശൈലി. അതുകൊണ്ട് അങ്ങനെ വരുന്ന തൻവീൻ എന്ത് ചെയ്യണം, അക്ഷരത്തെ അവ്യക്തമാക്കി മണിക്കണം. അതെ, അവ്യക്തമാക്കി മണിക്കണം. സബഅശി. അതെ, ചിദാദയുടെ ദാലിന എത്ര ഹറക്കത്താണ് നീട്ടി നിർത്തേണ്ടത്? 2 ഹറക്കത്ത് നീട്ടി നിർത്തുന്നു. ഇനി വജഅൽനാ സിറാജം വഹാജാ. ഇതിലും പിന്നെ സിറാജ് എന്നുള്ളത് ഫതഹ് തൻവീന്. അതെ, ആ തൻവീന്റെ ശൈലി അവിടെ നോക്കി രണ്ട് ഹർക്കത്ത് നീട്ടണം. നീട്ടണോ? സിറാജ നീട്ടില്ല, അതായത് മറിച്ച് മണിക്കണം. അതെ അതെ, സിറാജം വഹാജ. ഇവിടെ വാവിന് ശബ്ദ് വന്നിട്ടുണ്ടോ? ശബ്ദില്ല. ഓക്കെ. അപ്പോ ആ ജീവൻ എന്താക്കണം, ആ തൻവീന്റെ ശൈലി നോക്കുക, എഴുതിയിരിക്കുന്ന പ്രിന്റ് നോക്കുക. ആ തൻവീന് മാറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ തൻവീനെ അവ്യക്തമാക്കി മണിക്കുക. ഇനി അടുത്ത നസീർക്ക് ഓക്കെ, മാഷാഅല്ലാഹ് ബറകല്ലാഹു ഫീക്. നമ്മൾ ഫസ്റ്റ് ആണ് ചെറിയ വിക്കൽ. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ ഇൻഷാല്ലാഹ് മാറും. ഇനി ഓതേണ്ടത് സിറാജിക്ക് ഇൻഷാല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنزلنا من المكسرات ماء സജ്ജാജാ. നമ്മള് അക്ഷരങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഖറജ് أنزلنا من المكسرات ماء سجاجا. മിനൽ ഗായാണ് മുഗ്സിറാത്ത് എന്ന് പറയുമ്പോ തൊണ്ടയുടെ ഈ സെന്റർ ഭാഗം, തൊണ്ടയുടെ മധ്യം ഐൻ. മുഗ്സിറാത്തി മാഅൻ സജ്ജാജാ. സജ്ജാജ സായാണ് അവിടെ, അല്ല സാ അല്ല, അത് സാ എന്ന് പറയുമ്പോ സീൻ ഫത്ഹ വരുന്നതാണ് സാ. ഇത് അലിഫ് ബാ ത ഇവിടെ പല്ലില് തട്ടണം. സജ്ജാജ് എന്ന് പറഞ്ഞ അവിടെ അർത്ഥം മാറും. സജ്ജാജ് എന്ന് പറഞ്ഞ അതാണ് ഖുർആന്റെ ഒരു പ്രത്യേകതാണ്. അക്ഷരം മാറിക്കഴിഞ്ഞു അർത്ഥം മാറി, മഅനയിൽ അർത്ഥം മാറും. ആ മഅന അർത്ഥം മാറി. അവിടെ നമ്മള് സജ്ജാജ് എന്ന് പറഞ്ഞ അത് വേറൊരു വാക്കായി മാറും, അർത്ഥമായി മാറും. അതാണ് നമ്മള് കടിപ്പിക്കണേ. ഇനി ആ ആയത്തിൽ നമ്മൾ പഠിച്ച നിയമങ്ങൾ നോക്കാം. അവിടെ ആദ്യത്തെ അൻസൽ, അവിടെ നൂനിന് ഹർക്കത്തില്ലാത്തതുകൊണ്ട് അവിടെ നൂനിന് സുക്കൂന് പ്രിന്റ് സുക്കൂനില്ലാത്തതുകൊണ്ട് അവിടത്തെ നൂനിനെ അവ്യക്തമാക്കി അടുത്ത അക്ഷരത്തിലേക്ക് മണിച്ചോതുക. ചേർത്ത് ഓടണം. അവിടെ സ്വാദാണ്, അക്ഷരം മാറുന്നുണ്ട്. നമ്മള് എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ അക്ഷരങ്ങള് മാറുന്നുണ്ട് എങ്കിൽ അർത്ഥം മാറും, ഖുർആന്റെ അർത്ഥം മാറും. അത് ഖുർആന്റെ പ്രത്യേകത. കാരണം നമ്മൾ അങ്ങനെ ഓതുന്നത് കൊണ്ട് നമ്മൾ അർത്ഥം മാറിയ പിന്നെ ഖുർആന് അർത്ഥം മാറിയിട്ട് കാര്യമില്ലല്ലേ. ഖുർആൻ ഓതുമ്പോ അർത്ഥം മാറി ഓതിയിട്ട് കാര്യമില്ല, നമുക്ക് തന്നെ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് അഥവാ ഞാൻ പറയാൻ ഇപ്പൊ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, നാസക്ക ഖുൽ വെച്ചാണ് തുടങ്ങും. ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു. ഇവിടെ നമ്മൾ ഖാഫിന് ഇപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്തില് ഖാഫിനെ നമ്മൾ കാഫാക്കി ഓതും. ഖുൽ ഹുവല്ലാഹ്. സാധാരണ പണ്ടുള്ള ആൾക്കാരൊക്കെ ഖാഫ് അങ്ങനെ മഖ്റജിനും പഠിച്ചിട്ടില്ല, അവര് ഖുൽ ഹുവല്ലാഹു അഹദ്. അവിടെ
ഖുൽ എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഖുൽ ഖാഫ് വരുന്ന ഖുൽ എന്ന വാക്ക് അർത്ഥം നബിയെ പറയുക, ഖാല ഖുൽ നബിയെ പറയുക. പക്ഷെ നമ്മളുടെ ക്യാഫ് ആക്കുന്നു കുൽ. കുൽ എന്ന് പറയുമ്പോൾ ക്യാഫാണ്, അർത്ഥം മാറി. അതെ, ചിന്നുക മാറി. അതാണ് അർത്ഥം. രാപ്പകൾ എത്ര വ്യത്യാസം കിടക്കണം, അഥവാ എത്രത്തോളം വ്യത്യാസം വരുന്ന. നബിയെ തിന്നുക, അള്ളാഹു ഏകനാകുന്നു. അള്ളാഹുൽ മുസ്തആൻ. ഖുർആൻ ഒരു അക്ഷരത്തിന്റെ മഖ്റജ് മാറിയപ്പോ അർത്ഥത്തിൽ മാറേണ്, മഅന മാറുന്നു. അപ്പൊ അതുകൊണ്ടാണ് എത്രയും ഇതാക്കി പറയുന്നത്. നമ്മള് വലിയ ആൾക്കാരാണ്, ഓക്കെയാണ്. ഖുർആന്റെ വിഷയം വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് നമ്മൾ മഖ്റജൊക്കെ പഠിക്കണം. മഖ്റജൊക്കെ ഇൻഷാ അല്ലാഹ് പയ്യെ നമ്മൾ പഠിച്ചാൽ മതി. ഓരോ അക്ഷരവും എങ്ങനെ ഉച്ചരിക്കണം അതൊക്കെ അങ്ങനെ പഠിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടെ മുഅസ്സി അല്ല, മുഅസ്സി സ്വാദാണ്. മുഅസ്സിറാത്തി. അതെ, അതെ മുഅസ്സിറാത്തി മാഅൻ സജ്ജാജ. അതെ. അവിടെ മാന്ന് മണിച്ചില്ലേ, എന്തുകൊണ്ടാണ്? അവിടെ ഫതഹ് തൻവീൻ വന്നു. അതെ, ഫതഹ് തൻവീൻ. അതിന്റെ പ്രിന്റിന്റെ ശൈലി നോക്കിയാണ്. അതെ, പ്രിന്റ് ശൈലിയാണ് അത് ഇവിടെ ഉള്ളത്. അതെ, അതൊരു മാറ്റിയാണ്. ഇടത്തോട്ട് മാറിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവ്യക്തമാക്കണം. അതെ. പിന്നെ സജ്ജാജയിലെ സജ്ജാജ, അവിടുത്തെ ജീമിന്റെ മുകളില് ഫതഹ് തൻവീൻ വന്നിട്ടുണ്ട്, പ്രിന്റ് ചെയ്ത പോലെയുള്ള. അതുകൊണ്ട് അവിടെ 2 ഹർക്കത്ത് നീട്ടി നിർത്തണം. അഥവാ പ്രിന്റ് ചെയ്യാൻ പറയണ്ട, സജ്ജാജ നമ്മുടെ തൻവീൻ, ഫതഹു തൻവീൻ വന്നു, അതുകൊണ്ട് നിർത്തുകയാണെങ്കിൽ 2 ഹറക്കത്ത് നീട്ടി നിർത്തണം. മതിക്കാം. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഈ ഉള്ളത് വേറെ ആരാണുള്ളത് ഇതില്? ബാക്കി എല്ലാവരും വീഡിയോ ഓഫ് ആണല്ലോ. ഇസ്മായിലിക്ക അടുത്ത ആയത്തുക. ഫേസ് കണ്ടാലും ഹൈറായിരുന്നു. ഓതുമ്പോ നമുക്ക് ഒരു അക്ഷരത്തിന്റെ ഉച്ചാരണമൊക്കെ നോക്കാനാണ്. ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. ഓക്കെ, ഓതിക്കോക്കാം. لنخرج به حبا ونباتا. ഇതില് ഖാഫ് അതെ, അതില് മഖ്റജിന്റെ അക്ഷരം കനപ്പിക്കണം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കനപ്പിക്കാത്തത്. അതല്ലാതെ വേറെ ഏതെങ്കിലും നിയമങ്ങൾ ആയത്തില്? അവിടെ ഇഖ്ഫാ ചെയ്തിട്ട്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. ഇഖ്ഫാകൾ പഠിച്ചിട്ടുണ്ടല്ലേ? മാഷാ അല്ലാഹ്. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാനാണ് ഏറ്റവും ഹൈറൊക്കെ. നമ്മള് റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാനാണ് ഏറ്റവും ഹൈർ. എല്ലാരും അങ്ങനെ പറ്റാത്തോണ്ടാണ് നമ്മൾ ഈ ഒരു ശൈലിയിൽ പഠിപ്പിക്കുന്നത് കേട്ടാ. ഇൻഷാ അല്ലാഹ് ഇഖ്ഫാ വന്നു. അതെ, അടുത്തത് ഹബ്ബൻ ഇഖ്ഫ ആണോ? നോക്കിയാൽ ഞാൻ വിട്ടുപോയതാണ്. ഇഖ്ഫ ആണ്. അല്ല, ഹബ്ബൻ വ ഇഖ്ഫ അല്ല. അതാണ് ഹബ്ബൻ. അവിടെ ബായിനെ നമ്മള് അവ്യക്തമാക്കുന്നില്ലേ? അതെ, അത് ഇഖ്ഫ അല്ല, എന്ന് പറയും. പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. പഠിച്ചില്ല. അപ്പൊ അങ്ങനെ പഠിക്കുക നമ്മൾ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ തൻവീന്റെ പ്രിന്റ് പറഞ്ഞാൽ മതി. ഇഖ്ഫ അങ്ങനെ. ഓക്കെ, തൻവീന്റെ ഭാഗമായിട്ട് അത് അവ്യക്തമാക്കുന്ന ആ ബായിനെ തൻവീനെ അതെ. ഇനി വജന്നാത്തിൻ അൽഫാഫ. അതെ, ഇവിടെ തൻവീന് എന്നുള്ളത് തൻവീന് മറ്റു തൻവീനാണ്. അപ്പൊ വെളിവാക്കണം അവിടെ. അതെ, ആ തൻവീനെ വ്യക്തമാക്കണം. പക്ഷെ ആ നിയമം വേറൊരു നിയമമാണ്, അറിയോ? തജ്വീദില് അതിനുശേഷം അംസ് വന്നതുകൊണ്ടാണ്. തൻവീനിന് ശേഷം ഹംസ വന്നു. പിന്നെ ആ ആയത്തിൽ വേറെ ഏതെങ്കിലും വജന്നാത്തിന്റെ നൂനിന്റെ ശബ്ദ വന്നില്ലേ? അത് പറഞ്ഞില്ല. പിന്നെ ശബ്ദ വന്നത് കൊണ്ട് രണ്ടർത്ഥത്തിനും കനപ്പിച്ച് അതെ മണിച്ചു ഉച്ചരിക്കുക. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത.
അതെ അപ്പൊ ഇന്ന ശബ്ദം വന്നു. അതെ. ഫസ്റ്റ് അപ്പൊ എന്ത് ചെയ്യണം നോക്കാം, അത് അങ്ങനെ പറഞ്ഞു നോക്കാം. നൂനിന് ശബ്ദ് വന്നത് കൊണ്ട് ഇന്ന രണ്ട് ഹർക്കത്ത് രണ്ട് ഹർക്കത്ത് മണിക്കുക. പിന്നെ മീഖാത്ത് ഖാഫ്, അത് മഖ്റജിന്റെ കനപ്പിക്കുക, അങ്ങനെ പറയാം, കനപ്പിക്കുക. ആ ഖാഫിനെ മീഖോ, അതെ മീഖോ. പക്ഷെ നമ്മളിവിടെ ഖാഫ് അല്ലാതെ ക്യാഫാക്കി പറഞ്ഞ അർത്ഥം മാറും. മീക്കാത്ത എന്ന് പറഞ്ഞ അർത്ഥം മാറും. അവിടെ ഖാഫിനെ ഖാഫാക്കി തന്നെ പറയണം. മീഖോ മതി. ബാറക്കല്ലാഹു ഫീക്കും. മതിയേക്കാം ഇൻഷാ അല്ലാഹ്. തുടക്കത്തിലേക്ക് വന്നു. ഇനി ഉള്ളത് സാംസങ്, അത് ആരാണെന്ന് അറിയില്ല. ഒന്ന് വീഡിയോ ഓണാക്കി പറഞ്ഞാലേ ഹയറായിരുന്നു. അത് പേര് ടൈപ്പ് ചെയ്തിട്ടില്ല. ആളും കൂടെ പറഞ്ഞാലേ നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മൾ തുടക്കമായിട്ട് കുറച്ച് പാടായിരിക്കും പറയാന്. അപ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് റെഡിയാവും ഇൻഷാ അല്ലാഹ്. ഞാൻ പിന്നെ ഈ നമ്മളെ അക്ഷരങ്ങളെ മഖ്റജ് പഠിക്കൽ നിർബന്ധമാണ് കേട്ടോ, നമ്മളൊക്കെ അക്ഷരങ്ങൾ. കാരണം നമ്മള് ഒന്നാമത്തെ കാര്യം നമ്മള് ഖുർആന് ഓതൽ നിർബന്ധമാണ്. കാരണം മുസ്ലിമാണ്, മുസ്ലിമാന്റെ പേരിൽ നമ്മള് ഖുർആൻ നിർബന്ധമാണ്. കാരണം ഖുർആൻ ഓതുകയാണെങ്കിൽ എന്ത് ചെയ്യണം, റസൂൽ എങ്ങനെയാണോ ഓതി തന്നത് അതേ രൂപത്തിൽ ഓതലാണ് ഏറ്റവും നല്ലത്. പ്രവാചക നമ്മള് കാരണം നമ്മൾ ഓതുന്നത് കൊണ്ട് നമ്മളെ ഓത്തില് വരുന്ന തെറ്റുകൾ കൊണ്ട് ഖുർആന്റെ അർത്ഥം മാറുന്നുണ്ട് എങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പൊ നമ്മളെ മഖ്റജ് മാറുന്നുണ്ട് എങ്കിൽ അപ്പൊ എന്താ, അക്ഷരം മാറും. ഇപ്പൊ ഖാഫിനെ കാഫാക്കി ഉച്ചരിച്ച അക്ഷരം മാറി. അക്ഷരം മാറിക്കഴിഞ്ഞാൽ ആയത്തിന്റെ എന്താവും, അർത്ഥം മാറും. അർത്ഥം മാറിയ നമുക്ക് എന്താവും, ആയത്തിന്റെ അർത്ഥം മാറിയ അറിയാലോ, ശിക്ഷ കിട്ടും. അപ്പൊ നമ്മൾ ഖുർആൻ ഓതുന്നതിൽ പക്ഷെ നമുക്ക് അറിവില്ലാതാവാം. പക്ഷെ നമുക്കിപ്പോ പഠിക്കാൻ അവസരം കിട്ടി, അക്ഷരങ്ങൾ പഠിക്കാൻ, ഖുർആന് പഠിക്കാൻ അവസരം കിട്ടി. അപ്പൊ ഈ അവസരം മുതലാക്കി കൊണ്ട് എന്ത് ചെയ്യണം, ഹറക്കത്തിന്റെ അക്ഷരങ്ങളെ മഖ്റജ് പഠിച്ചാലൊക്കെ എന്താണ് ഖൈറായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ഓരോ ക്ലാസ്സിൽ നമുക്ക് ആ തജ്വീദിന്റെ ആ ഒരു ടെക്സ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അക്ഷരങ്ങളെ ഉച്ചാരണ രീതിയും കൂടി പഠിക്കാം. അപ്പൊ അതുകൂടി പഠിച്ചാൽ കുറച്ചും കൂടി എന്താവും ഉപകാരം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഓത്തിലൊക്കെ ആ ഒരു വ്യത്യാസം ഇൻഷാ അല്ലാഹ് വരും. അപ്പൊ നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ 3 വർക്ക് നമ്മളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് എഴുതി അയക്കൂല നമ്മള്. ഇന്ന് നമ്മൾ എല്ലാവരും അയച്ചത് അവസാനത്തെ ഒരു സമയത്താണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നോക്കാൻ പറ്റി. പക്ഷെ നമ്മള് ഒരു ദിവസം 2 ദിവസം മുമ്പൊക്കെ അയച്ചാല് ഹയറാണ്. കുഴപ്പമില്ല, നിങ്ങളെ തിരക്കിൻ്റെതാവും, പ്രശ്നമല്ല ഇൻഷാ അല്ലാഹ്. പരമാവധി കുറച്ചുകൂടി നേരത്തെ അയച്ചാല് നമുക്ക് ഫുഡ് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കറക്ഷൻ ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാം. ഇതേ രൂപത്തിൽ പറയുന്നതിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, അഥവാ എങ്ങനെ ഈ ആയത്ത് പറഞ്ഞ് തജ്വീദ് നിയമം പറയാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് നല്ലത്. നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ആവും. ഇങ്ങനെ പറയുന്നതിന് പറയുമ്പോഴേ ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്കറിയാം, പക്ഷെ എങ്കിൽ പറയാൻ പറഞ്ഞു പറയാൻ പറ്റുന്നില്ല. പ്രാക്ടീസിന് എല്ലാം അറിയാം അൽഹംദുലില്ലാഹ്. ഈ നിയമങ്ങളൊക്കെ കൃത്യമായി അറിയാം, എങ്ങനെ ഓതണം എന്ന് അറിയാം. ഇപ്പൊ ഞാൻ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ആക്കി കൊണ്ടുവന്നാല് നമ്മൾ നല്ലൊരു കാര്യമായി വരും. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പൊ നമുക്ക് മറക്കൂല. അതാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ നമ്മള് മനസ്സിലാക്കി വെച്ചാൽ പക്ഷെ ഇത് വളരെ ഇഷ്ടപ്പെട്ടു. അതെ. അപ്പൊ അതിനെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പ്രയാസം, എനിക്ക് മാറും ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് മൈൻഡിൽ ഫത്തേ കസർ പിന്നെ അങ്ങനെയുള്ള പെട്ടെന്ന് മൈൻഡിൽ വരുന്നില്ല. നമ്മൾ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നമ്മൾ ഓതിട്ട് മാത്രം, നമ്മൾ ഉസ്താദ് നമ്മളെ അങ്ങനെ പഠിപ്പിക്കും, ഓത്തിന് മാത്രമാണ്. നിയമം കറക്റ്റ് ആയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നു, അത് പഠിച്ചാലേ പറ്റൂ. ഇൻഷാ അല്ലാഹ്. ഈ എക്സസൈസിൽ അറിയാം, പക്ഷെ എക്സ്പ്ലനേഷൻ ബുദ്ധിമുട്ടുണ്ട് അത്രേ. അതെ ഇൻഷാ അല്ലാഹ്. എക്സസൈസിലെ നമുക്ക് നമ്മുടെ ഹോംവർക്കില് ഓതി അയക്കുന്നേക്കാളും അത് ഈ ക്ലാസ്സിലെ ഓത്തല്ല നല്ലത് തോന്നുക. ഈ ക്ലാസ് ഒന്നുമില്ലല്ലോ ഹൈർക്ക, അതോ നല്ലത് ഈ ക്ലാസ്സിൽ നമുക്ക് നല്ലത്. മറ്റേത് വോയിസ് അയച്ചാലും അത്ര ക്ലിയർ ആവണമെന്നില്ല. അതെ ഇല്ല, പിന്നെ ചിലപ്പോ കറക്ഷൻ ചെയ്ത് തരാനും ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടുണ്ട്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് 20 ആക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ കുറച്ച് ടൈം ഒരു 20 മിനിറ്റ് വൈകിപ്പോയി, സോറി. അൽഹംദുലില്ലാഹ് നമ്മുടെ സത്യം പറഞ്ഞ ഒരുപാട് ആൾക്കാർ മാറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നേക്കാളും വയസ്സ് നല്ല വയസ്സുള്ളവരാണ്, ഉറക്കമൊക്കെ പ്രയാസം വരും നമുക്ക്. ഞാനൊക്കെ പിന്നെ മദ്രസയിലൊന്നും പോയിട്ടില്ല. നമ്മള് ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ്. പഠിക്കാൻ ഇൻഷാ അല്ലാഹ്.
ഉസ്താദ് ഞാനും മദ്രസയിലൊന്നും പോയിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ അൽഹംദുലില്ലാ ഇപ്പൊ 3-4 വർഷമായിട്ട് നമ്മൾ ഉസ്താദിന്റെ അടുത്ത് പഠിക്കുന്നതുകൊണ്ടേ അൽഹംദുലില്ലാ. ഇബ്രാഹിം കെ ഇസ്മായിലേക്ക് മാഷാഅല്ലാഹ് ബാറക്കല്ലാഹു ഫീക്ക് നല്ലൊരു പറ്റി പോകുന്നുണ്ട്. സിറാജൊക്കെ ഇൻഷാല്ലാ റെഡി ആവും, അക്ഷരങ്ങളൊക്കെ റെഡി ആവും. നമുക്ക് പ്രയാസമൊന്നും നമുക്ക് റെഡി ആവും. ശരിയാക്കണം. ബാറക്കല്ലാഹു ഫീക്കും. ഞങ്ങൾക്ക് അവസാനിപ്പിക്കാം. സമയം ഇൻഷാ അല്ലാഹ്. വൈകിട്ടുണ്ട്. അസ്സലാമു അലൈക്കും ഓക്കെ. വറഹ്മത്തുള്ളാഹി ബിഹംദി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.